ഞങ്ങളെ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് നമ്മുടെ പാപത്തെയും ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഇന്ന് കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ നിന്ന് ചെയ്യുന്നല്ലോ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഇന്നും കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഇത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ സമയമായതുകൊണ്ട് കർത്താവിനിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവപ്രവൃത്തിയെ കാണുക തന്നെ ചെയ്യും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് പോകാം. ഒരുമിച്ച് വചനം കേട്ട് കർത്താവിൽ നിന്ന് ബലപ്പെടാം. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടു വരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത എന്തിനെപ്പറ്റിയുള്ളതാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. വചനം അർത്ഥറിഞ്ഞ് പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. ആഭിചാരത്തെ കുറിച്ചായിരുന്നു. രണ്ട് കാര്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്ന്, വചനം നമ്മൾ പഠിക്കണം. നമ്മൾ അറിയുക മാത്രം പോരാ, നമ്മൾ അറിവിനെ ഉപയോഗിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. രണ്ട്, ആഭിചാരത്തെ പറ്റി പറഞ്ഞു. ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല. അതായത് ആഭിചാര ശക്തികളെ ജയിക്കുവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ആ വചനം ഞാൻ പറഞ്ഞു തന്നു, അത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, അത് പറയണം. അപ്പോൾ ആഭിചാരം അല്ലെങ്കിൽ ആ ദുർമന്ത്രവാദിയെ കൊണ്ട് ശപിക്കാൻ വന്നതിനെ ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ ഓർത്ത് ഭാരപ്പെടരുത്. നിങ്ങൾ നോക്കണം, നിങ്ങൾ അറിഞ്ഞ് അറിവിൽ ഉറച്ചു നിൽക്കുക. ആമേൻ. നമുക്ക് പിന്നെയും ദൈവത്തിൻ്റെ വചനം കേൾക്കാം. ഇന്നത്തെ വചന ചിന്തയിലേക്ക് നമ്മൾ പോവുകയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിലാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. യാക്കോബിൻ്റെ ലേഖനം അവിടെ 3-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യത്തിൽ, അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. ശ്രദ്ധിച്ചോണം. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമുക്കറിയാം, നമ്മൾ ദൈവവചനത്തിൽ ഇന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷികളാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ മരണ വീട്ടിൽ ചെല്ലുമ്പം ആ മരണ വീട്ടിൽ ഒരു ഡെഡ് ബോഡി കാണും, അല്ലേ? ഡെഡായ ഒരു ബോഡി കാണും. നമ്മളതിനെ ശവമെന്ന് വിളിക്കും. പക്ഷെ ഇന്നലെ വരെ, മരിക്കുന്നതിന് മുമ്പ് വരെ ആ വ്യക്തിക്ക് ഒരു പേരുണ്ടായിരുന്നു. മരണശേഷം ആ വ്യക്തിക്ക് പേരില്ല, പകരം ഒരു പേര് കൊടുക്കുകയാണ്. അതിനെ നമ്മൾ ഡെഡ് ബോഡി അല്ലെങ്കിൽ ശവം എന്ന് എന്ത് ചെയ്യും? വിളിക്കും. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ശരീരത്തിൽ നിന്നും നമ്മൾ സ്വാഭാവികമായിട്ടും പറഞ്ഞൊരു വാക്കുണ്ട്, ആ വ്യക്തി നമ്മളെ വിട്ടു പോയി. അപ്പോൾ ആ വ്യക്തി നമ്മളെ വിട്ടു പോയി എന്ന് പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്, അപ്പോൾ ഈ കിടക്കുന്നത് ആരാണ്? അപ്പോൾ കിടക്കുന്നത് ശവമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലെ വരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഏതോ ഒരു വ്യക്തിത്വം ഈ ശരീരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ശരീരത്തിലകത്തിരിക്കുന്ന മനുഷ്യനൊരു ആത്മാവുണ്ട്. ഈ ആത്മാവ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത് കൊണ്ടാണ് ഈ ശരീരം ആക്റ്റീവാകുന്നത്. ഈ ശരീരത്തെ അതുകൊണ്ടാണ് പലപ്പോഴും മരിച്ച ഒരു ഡെഡ് ബോഡി, അതിനകത്ത് എന്താ പറയുന്നത്, കിഡ്നിയും കണ്ണും മൂക്കും വായും കരളും എല്ലാം ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ പിന്നീട് എന്ത് ചെയ്താലും, ഏത് എന്താ പറയുക, ഒരു കാര്യം ചെയ്താൽ പോലും ആ വ്യക്തിക്ക് എന്തുണ്ടാകുന്നില്ല? ജീവൻ ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? അയാളുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു പോയി. അപ്പോൾ ബൈബിൾ പറയുകയാണ്, അങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അങ്ങനെ തന്നെ. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു വിശ്വാസി ഒരു ഡെഡ് ബോഡി പോലെ ആകും ചിലപ്പോൾ. എപ്പോഴാണെന്നറിയാവോ? നിങ്ങൾ നോക്കി, ഈ വാക്ക് തന്നെയാണ് മുകളിൽ കൊടുത്തേക്കുന്നത്. ഒരു ശരീരത്തിൽ ആത്മാവ് പോകുമ്പോൾ അത് ഡെഡ് ബോഡി ആകുന്നത് പോലെ ഒരു വ്യക്തി വിശ്വസിക്കുകയും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ആ വ്യക്തിയിൽ നിന്ന് വരുന്നില്ലെങ്കിൽ ആ വ്യക്തി എന്താണ്? ഡെഡ് ബോഡിക്ക് സമമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഡെഡ് ബോഡിക്ക് സമമാണ്. ആത്മാവില്ലാത്ത ഒരു ശരീരം എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെയാണ്
ഒരു വിശ്വാസി പ്രവൃത്തിയില്ലാതെ വരുന്നത്. അപ്പോൾ എന്താണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി? 2 തരം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളുണ്ട് ഒരു വ്യക്തിയിൽ. ഒന്ന്, ആത്മാവിൻ്റെ ഫലങ്ങളിലൂടെ ഒരു വിശ്വാസിയെ തിരിച്ചറിയും. ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ ആ വ്യക്തി മാനസാന്തരപ്പെട്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്നതിന് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയും. ഒരു ഘടകം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, നിങ്ങൾ യേശുവിനെ അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ അപ്പോസ്തലന്മാർ ഉദാഹരണം പറയാറുണ്ടല്ലേ. അപ്പോസ്തലന്മാരുടെ സ്വഭാവത്തെപ്പറ്റി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ജോലികളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥയിൽ നിന്നും കർത്താവ് അവരെ രൂപാന്തരപ്പെടുത്തി. എന്തിന്? അപ്പോസ്തലനായ പൗലോസ്ലീഹായെ പറ്റി പറയുന്നു, സഭയെ മുടിച്ചവനാ. സ്ത്രീകളുടെ മുടിക്കുത്തിന് പിടിച്ച് അവരെ വലിച്ചഴച്ചു കൊണ്ടുവന്ന് കാരാഗൃഹത്തിൽ കൊണ്ട് അടയ്ക്കുവാൻ അധികാരികളുടെ നിന്ന് അധികാരപത്രവും വാങ്ങിച്ചിറങ്ങി തിരിച്ചയാളാ. സ്തേഫാനോസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ അഭിഷക്തനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ആ മനുഷ്യൻ്റെ വസ്ത്രം ഉരിഞ്ഞു കൊണ്ടുവന്ന് ഈ പൗലോസിൻ്റെ കാഴ്ചവെട്ടിൽ വെച്ച് ക്രൂരമായ വ്യക്തിയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് നഗ്ന നേത്രം കൊണ്ട് കാണുവാൻ മടിയില്ലാത്ത അതിക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു ശൗൽ എന്ന് പറയുന്ന പൗലോസ്. അപ്പം ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനെ ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മുമ്പിൽ ഒരാൾ ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞ് ഈ അദ്ദേഹത്തെ കൊല്ലുമ്പോൾ നമുക്കത് കണ്ടു നിൽക്കാൻ കഴിയത്തില്ല. അവിടെ ബ്ലഡ് തെറിക്കുന്നത് കാണും, അദ്ദേഹം വേദന കൊണ്ട് പിടയുന്നത് കാണും, പ്രാണഭയത്താൽ. അപ്പോൾ എന്തായാലും സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന സമയത്ത് ഇതെല്ലാം കണ്ടു നിൽക്കുവാൻ ഒരു മനസ്സുള്ള മനുഷ്യനായിരുന്നു പൗലോസ്. അനേകരെ പിടിച്ചു വലിച്ചഴച്ചു കൊണ്ടുവന്ന് കാരാഗൃഹത്തിൽ അടയ്ക്കുവാൻ മടിയില്ലാത്ത വ്യക്തിയായിരുന്നു പൗലോസ്. എന്നാൽ പൗലോസിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, യേശു കർത്താവിനെ സ്വീകരിച്ചപ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എഴുതിയൊരു വാക്യമുണ്ട്, സ്നേഹമാണ് എല്ലാത്തിലും വലുത്. നീ സകലതും അന്നദാനം ചെയ്താലും നിന്റെ ശരീരത്തെ ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല എന്ന് പറയിപ്പിച്ച ആളാണ് പരിശുദ്ധാത്മ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആ വ്യക്തിക്കകത്ത് രൂപാന്തരം ഉണ്ടാകും. നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകും, നിങ്ങളുടെ വാക്കിൽ മാറ്റം ഉണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കും, സഹായിക്കും. ഇതൊക്കെ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ആത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇനി ഇത് ആത്മാവിൻ്റെ ഫലമാണെങ്കിൽ ഈ വിശ്വാസിയുടെ അടുത്തൊരു പടിയുണ്ട്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ പലപ്പോഴും നമ്മളതിനെ ഒരു പ്രത്യക്ഷ കാഴ്ചയിലുള്ള കാര്യങ്ങളായിട്ട് പല വേഷഭൂഷാദികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒതുക്കാറുണ്ട്. ഇപ്പോൾ ഒരു വിശ്വാസിയെ കണ്ടാൽ അറിയാം. എങ്ങനെ അറിയാൻ പറ്റി? ഒരു വിശ്വാസിയെ കണ്ടാൽ എങ്ങനെ അറിയാൻ പറ്റി? അയാളുടെ ആ ഒരു നോട്ടവും രൂപവും വസ്ത്രവും കണ്ടപ്പോൾ മനസ്സിലായി വിശ്വാസി. പക്ഷേ അടുത്തപ്പോഴാണ് മനസ്സിലായൊരു സ്വഭാവം വിശ്വാസിയുടെ അല്ല, രൂപം മാത്രമേ വിശ്വാസിയുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാന്യമായ വസ്ത്രം നമ്മൾ ധരിക്കണം. പക്ഷേ നിങ്ങളുടെ വസ്ത്രം കണ്ടിട്ട് ഒരു വ്യക്തി നിങ്ങളെ വിശ്വാസിയാന്ന് പറയാതെ നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് വേണം വിശ്വാസിയാന്ന് പറയാൻ. ഇനി വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെപ്പറ്റി നമുക്കൊന്ന് കേൾക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഇത് മറക്കരുത്. ആത്മാവില്ലാത്ത ശരീരം ഡെഡ് ബോഡി ആയിരിക്കുന്നത് പോലെ വിശ്വാസമില്ലാത്ത ശരീരം ഡെഡ് ബോഡിയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്, മനസ്സിലാക്കണം. നമ്മൾ പല കാര്യങ്ങളെപ്പറ്റി ഇന്ന് കേൾക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ വിശ്വാസിയുടെ പ്രവൃത്തി ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഡെഡ് ബോഡി എന്ന് വിളിക്കും. ഡെഡ് ബോഡിക്ക് എന്നാ പ്രത്യേകത? ഡെഡ് ബോഡി എടുക്കുക വന്ന് കരഞ്ഞാലോ ബഹളം വെച്ചാലോ തൊട്ടാലോ ഒന്നും ഡെഡ് ബോഡിക്ക് അറിയത്തില്ല. അതേപോലെ വിശ്വാസിക്ക് പ്രവൃത്തിയില്ല എങ്കിൽ നിങ്ങൾ ഡെഡ് ബോഡികളാണ്, വിശ്വാസിയുടെ ഡെഡ് ബോഡികളാണ്. ആമേൻ. നമുക്ക് തൊട്ടുമുള്ളത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. അതിന് ഈ ഒരു വലിയൊരു 20-ാം വാക്യം മുതലാണ് തുടങ്ങുന്നത്. വൃദ്ധ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് നീ ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോൾ ഇവിടെ മുതലൊരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? ഇവിടെ മുതൽ ഇങ്ങനെ ചോദ്യം പോലെ ഇങ്ങ് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിൻ്റെ മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. ശ്രദ്ധിച്ചോണം. അപ്പോൾ അബ്രഹാമിനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അബ്രഹാം, ചിലരൊക്കെ ഇങ്ങനെ, ഞാൻ പല പ്രസംഗം കേട്ടപ്പം ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, വല്ലാത്തൊരു ഇമോഷൻ സ്റ്റേജ് ആയിരുന്നു അബ്രഹാമിൻ്റെത്. തൻ്റെ മകനെ യാഗമർപ്പിക്കാൻ വേണ്ടി അബ്രഹാം പോകുന്നു. അബ്രഹാം യാഗമർപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അബ്രഹാമിൻ്റെ മനസ്സ്, ഇസഹാക്കിൻ്റെ മനസ്സ് അതിങ്ങനെ മാറി മറിഞ്ഞു, അങ്ങനൊന്നും അല്ലായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതാണ്. നിങ്ങൾ ഡെഡ് ആയിട്ടുണ്ടോ, നിങ്ങൾ മരിച്ചോ ഇല്ലയോ എന്ന് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരു വ്യക്തി കടന്ന് ഭയങ്കര ഉറക്ക,
ആ വ്യക്തി കുറേ നേരമായിട്ട് അനക്കമില്ലെങ്കിൽ നമ്മൾ പയ്യെ മൂക്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൈ വെച്ച് നോക്കും അല്ലേ? അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ വ്യക്തി ജീവനുണ്ടോ എന്ന് പരിശോധിക്കും. ദൈവം ഇടയ്ക്ക് നമ്മളെ ഒന്ന് പരിശോധിക്കുന്ന ഒരു പ്രത്യേകത ദൈവത്തിനുണ്ട്. നമുക്കൊന്ന് പഠിക്കാം. ഈ ഉൽപ്പത്തി മനസ്സിലായിക്കോണം. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന് മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടതും. ഇനി കേട്ടോണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ വാക്യം നോക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിൻ്റെ ഇവിടെ മുതൽ നമുക്കൊന്ന് വായിക്കാം. 22. ഇപ്പം ഞാൻ ആ 1 വാക്യം ഒന്ന് എടുക്കാവേ. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നതൊക്കെ മലയിൽ അവനെ ഹോമയാഗം കഴിപ്പിക്കുക എന്ന് പറഞ്ഞു. ഉടനെ ശ്രദ്ധിച്ചോണം. ഉടനെ അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയെ കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകനായ ഇസഹാക്കിനെയും കൂട്ടി യാഗപീഠത്തിൽ വിറകും കീറി എടുത്തു വെച്ചുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ചത് അടുത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തു നിന്നും ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരനോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം എന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിന് വിറകെടുത്തു, തൻ്റെ മകനായ ഇസഹാക്കിനെ ചുമരിൽ വെച്ചു, തീയും കത്തിച്ചു, താൻ എടുത്ത് അവനെ ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട്, അപ്പ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയുണ്ട്, വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിൻ്റെ ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു. ദൈവം ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ കരുതിക്കോളും എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം, കരുതിക്കോളും എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെ കൊടുത്തേക്കുന്ന വാക്ക് കരുതിക്കോളും എന്നല്ല പറഞ്ഞേക്കുന്നത്, ദൈവത്തിലേക്ക് നോക്കുക എന്ന അർത്ഥം വരുന്ന ഒരു എബ്രായർ പദമാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിലേക്ക് നോക്കുക. കരുതിക്കോളും എന്ന വാക്കിനേക്കാൾ ദൈവത്തിലേക്ക് നോക്കുക എന്നൊരു പദമാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിലുണ്ട് നമുക്ക് വേണ്ടത് എന്ന അർത്ഥത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അതായത് ദൈവം കരുതിക്കോളും എന്നുള്ളതിനേക്കാൾ നീ ദൈവത്തിലേക്ക് നോക്കുക. ഇത് വലിയൊരു പ്രധാനപ്പെട്ടൊരു വാക്കുമാണ്. ആ എബ്രായർ പദം വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം. തൻ്റെ ഏകജാതനായ മകനെ യാഗമർപ്പിക്കാൻ വേണ്ടി അബ്രഹാം പിതാവിനെ ദൈവം പരീക്ഷിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് ഇത് വിശ്വാസത്തിന്റെ ഒരു പരീക്ഷയാണ്. വിശ്വാസത്തിന്റെ പരീക്ഷയല്ല, വിശ്വാസത്തിന്റെ പ്രവൃത്തി അവിടെ കാണിച്ചു. അപ്പോൾ എന്താണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവൃത്തികളിലൂടെ അത് വെളിപ്പെടുത്തണം. അതായത് ഒരു വ്യക്തിക്ക് ഭയങ്കര വിശ്വാസമാണ്, പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ബൈബിൾ വചനം വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവ് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആക്ഷൻ പോലെ ഇരിക്കും. നിങ്ങൾ എങ്ങനെയാണോ അതിനോട് പ്രതികരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ. ഇപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു, ബ്രദർ എനിക്ക് വചനമെല്ലാം കാണാപ്പാടെ പറയാം, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, വചനത്തിൽ വിശ്വസിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്നു, ഞാൻ ആഴമായിട്ട് വിശ്വസിക്കുന്നു, ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്നറിയണമെങ്കിൽ നിങ്ങളുടെ അകത്ത് പ്രവൃത്തികളിലൂടെ അത് വെളിപ്പെടുത്തണം. ഇവിടെ പറയുകയാണ്, അബ്രഹാം തൻ്റെ മകനെ യാഗമർപ്പിക്കാൻ വേണ്ടി മോറിയാമലയിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ വിറകുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മോൻ ചോദിക്കുകയാണ്, യാഗമൃഗം എവിടെ? അപ്പോൾ പലരും പറയുന്നുണ്ട് അബ്രഹാം വിങ്ങിപ്പൊട്ടി തൻ്റെ മകനെ യാഗമർപ്പിക്കാൻ വേണ്ടി പോകും. അല്ല, അബ്രഹാമിന് നല്ല പോലെ അറിയാം തൻ്റെ മകൻ ദൈവം എന്ത് ചെയ്യത്തില്ല, എടുക്കത്തില്ല. എന്താ തെളിവെന്ന് ചോദിച്ചാൽ അബ്രഹാമിന് നല്ലപോലെ അറിയാം, ഞാനും എൻ്റെ ഭാര്യയായ സാറായും, ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയി. റോമാലേഖന 4-ാം അധ്യായത്തിൽ പറയും നിർജീവമായി പോയി. ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയി, ആ ശരീരം നിർജീവമായി പോയി. ഇങ്ങനെയുള്ള, അതായത് ഞാൻ ആ വാക്കിന് പറയുന്നത്, ഇങ്ങനെയുള്ള നിർജീവമായിട്ടുള്ള ഉദരത്തിൻ്റെ അകത്തു നിന്നും ദൈവം പറഞ്ഞ വാക്ക് നമുക്കൊന്ന് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ എനിക്കൊന്ന് 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. ഉൽപ്പത്തി പുസ്തകം ഈ 17-ാം അധ്യായത്തിൽ 17-ാം അധ്യായം നമുക്ക് വേഗത്തിലെടുക്കാം. 17-ാം അധ്യായത്തിലാണ് നിങ്ങൾ നോക്കിയ വാക്യം, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ, നോക്കിയ 99 വയസ്സായപ്പോൾ 100 തികയാൻ ഒറ്റ വയസ്സ്, 99ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് അവനോട്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവം എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കുക, എനിക്ക് നിനക്ക് മധ്യ ഒരു നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് ദൈവം അവനോട് അരുളി ചെയ്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതിക്ക് പിതാവാകും, ഇനി നീ അബ്രാം എന്നല്ല
വിളിക്കേണ്ടത്, നിന്നെ ഞാൻ ബഹുജാതിക്ക് പിതാവായിരിക്കുന്നത് കൊണ്ട് നിന്നെ ഞാൻ അബ്രഹാം എന്ന് എന്ത് ചെയ്യും? വിളിക്കും. ശ്രദ്ധിച്ചോണം, അബ്രഹാം എന്ന് എന്ത് ചെയ്യും? വിളിക്കും. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് പറഞ്ഞു, ഇനി നിന്നെ ഞാൻ അബ്രാ എന്ന് വിളിക്കത്തില്ല, അബ്രഹാം എന്ന് വിളിക്കത്തില്ല എന്ന് പറ. നിന്നെ അബ്രഹാം എന്ന് വിളിക്കത്തില്ല, അബ്രഹാം എന്ന് വിളിക്കും. അപ്പൊ എന്താണ് ഈ രണ്ട് വാക്കിന്റെയും അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അബ്രാ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യക്തം വലിയ അർത്ഥമൊന്നുമില്ലെങ്കിൽ പോലും അബ്രഹാം എന്ന് പറഞ്ഞാൽ ബഹുജാതിക്ക്. നിങ്ങൾ നോക്കിയേ, ഇനി നിന്നെ ഞാൻ അബ്രാ എന്ന് വിളിക്കത്തില്ല, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവായിരിക്കുന്നത് കൊണ്ട് നിന്റെ പേരിനി അബ്രഹാം എന്നായിരിക്കും. ഉടനെ ഒരു മറുപടി കണ്ടോണം, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതിയാക്കും, നിന്നിൽ നിന്നും രാജാക്കന്മാരുത്ഭവിക്കും, ഞാൻ നിനക്ക് ശേഷം നിനക്ക് ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിന്റെ ശേഷം നിനക്ക് തലമുറയ്ക്കും സന്തതിക്കും മധ്യ നിയമവും സ്ഥാപിക്കും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ ചില സമയത്ത് ഈ ലാപ്ടോപ്പ് ഇങ്ങനെ സ്റ്റക്കാവും. ഒരു മിനിറ്റ്. ഓക്കെ, നിന്റെ ദൈവമായിരിക്കുന്നുണ്ട് ഞാൻ നിനക്ക് തലമുറയ്ക്ക് സന്തതിക്കും മധ്യ നിയമത്തെ നിയമിക്കുന്നൊക്കെ സ്ഥാപിച്ചിങ്ങനെ വരിക. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്ത ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായിരിക്കും എന്നൊക്കെ പറയുകയാണെ. എന്നിട്ട് പറയണം, പിന്നെയും അബ്രഹാം അരുളി ചെയ്ത് നീയും നിന്റെ ശേഷമുള്ള തലമുറയും നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾ താഴേക്ക് വരുമ്പോൾ ഇനി അടുത്ത സാറായെ പറ്റി പറയുകയാണ്. നിന്റെ ഭാര്യ ഇനി സാറായി അല്ല, സാറായി എന്നല്ല വിളിക്കേണ്ടത്, പേര് സാറായി എന്നിരിക്കണം. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അനേക തലമുറകൾ ഉണ്ടാവുന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞേക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടെ മുതൽ ഈ വാക്ക് ഞാൻ നോക്കി നടന്നത്. അപ്പോൾ അബ്രഹാം കവുന്ന് വീണ് ചിരിച്ചു, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? കണ്ടോണം, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 99 അര നിൽക്കുക. ചിലപ്പോൾ അബ്രഹാം 99 അരയായിരിക്കും പ്രായം, ബൈബിളിൽ 99. പക്ഷെ അബ്രഹാം പറഞ്ഞു 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ ഇനി പ്രസവിക്കുമോ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ അബ്രഹാം വിശ്വസിച്ചോ ഇല്ലയോ? കുഞ്ഞുണ്ടാകുമെന്ന് അബ്രഹാം വിശ്വസിച്ചോ ഇല്ലയോ? അബ്രഹാം അത് വിശ്വസിച്ചില്ല. കാരണം അബ്രഹാമിന്റെ ചോദ്യം ഇതാണ്, ദൈവം വന്നിട്ട് വലിയ കാര്യങ്ങൾ പറയുകയാണ്. ഇന്നു മുതൽ അബ്രഹാമെ ഞാൻ നിന്റെ പേര് ഗസറ്റിൽ പരസ്യം കൊടുത്ത് മാറ്റാൻ വേണ്ടി പോവാണ്. ഇനി മുതൽ നിന്നെ ഞാൻ എന്ത് ചെയ്യത്തില്ല, അബ്രാം എന്ന് വിളിക്കത്തില്ല, അബ്രഹാം എന്ന് വിളിക്കുക. അബ്രഹാം എന്ന് പറഞ്ഞാൽ ബഹുജാതികൾക്ക് പിതാവ്. നിനക്ക് ശേഷം നിന്റെ സന്തതിക്ക് എന്ത് ചെയ്യും, ഞാൻ അവകാശം കൊടുക്കുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എല്ലാ വെളിപ്പാടുകളും കർത്താവ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അബ്രഹാം പിതാവിന് കുറച്ച് മനസ്സിലായി, 100 വയസ്സുള്ള എനിക്ക് എങ്ങനെ എനിക്ക് കൊച്ചുണ്ടാകുന്നത്? കാര്യം മെഡിക്കൽ സയൻസ് പ്രകാരം 100 വയസ്സുള്ള എനിക്ക് കുഞ്ഞുണ്ടാകത്തില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നത് സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയി, സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയി എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇനി പറയുകയാണ്, സാറ ഇനി പ്രസവിക്കുമോ എന്നിങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു. ഇസ്മായിൽ എൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. നമ്മളാണെ പറഞ്ഞു അയ്യോ കർത്താവ് എന്നൊക്കെ പറയുമ്പോൾ അബ്രഹാം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, കേൾക്കാനൊക്കെ നല്ല രസമാണ്, ഈ വചനമൊക്കെ നമുക്ക് നല്ല രസമല്ലേ കേൾക്കാൻ, നമ്മൾ കൈയൊക്കെ അടിച്ച് സ്വോത്രമൊക്കെ പറഞ്ഞ് എന്നെ രസമല്ലേ. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ നമ്മൾ അബ്രഹാമിനെ പോലെ, അബ്രഹാമല്ല അബ്രാമിനെ പോലെയാണ്. നമ്മൾ വചനമൊക്കെ കേട്ട് വലപ്പെട്ട് സ്വോത്രമൊക്കെ പറഞ്ഞ് അങ്ങ് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ സാഹചര്യത്തെ നോക്കുമ്പം നമ്മൾ പറയും ഇതൊക്കെ തമാശയാണ്. ആ രീതിയിൽ അബ്രഹാം പറയണ കവന്ന് വീണ് ചിരിച്ചു. ഇത്രയും വലിയ കോമഡിയാണോ ദൈവം പറഞ്ഞത്? ദൈവം തമാശക്കാരനാണോ? അല്ല. പിന്നെ എന്തിനാ അബ്രഹാമിന് ചിരി വന്നത്? നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. വചനമൊക്കെ ഭയങ്കര അങ്ങോട്ട് ബലവാ, ഭയങ്കര ധൈര്യമാണ്, ഒരു സ്വോത്രമൊക്കെ വന്നാൽ പിന്നെ തീർന്നവിടെ. പക്ഷെ അതിന് ശേഷം നമ്മൾ റിയൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പം നമുക്ക് ചിരി വരും, സങ്കടം വരും, ആകുലത വരും. നമ്മളും പലപ്പോഴും ചോദിക്കും, 100 വയസ്സുള്ള ഇനി എനിക്ക് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമെന്ന് ഹൃദയത്തിൽ പറഞ്ഞു. ഇനി 19ാമത്തെ വാക്യം നോക്കിക്കോണം. 19ാമത്തെ വാക്യത്തിൽ അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇസഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനും അവന്റെ സന്തതിക്കും മധ്യേ എന്ത് ചെയ്യും?
വെക്കും. ഇസ്മായിലിനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, ഞാൻ അവനെ അനുഗ്രഹിക്കും, അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. കാര്യമൊക്കെ ശരിയാണ്. എന്നിട്ട് പറയാണ്, ഇനി ഈ ആണ്ട് സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാൻ ഇസഹാക്ക് ആകുന്നു. അബ്രഹാം അരുളി ചെയ്തതിനു ശേഷം അവനെ വിട്ടു കയറിപ്പോയി. അങ്ങനെ അബ്രഹാം തന്റെ മകനായ ഇസ്മായിലിനെ തന്റെ വീട്ടിൽ ജനിച്ച സകല ദാസന്മാരെ താൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന അബ്രഹാമിന്റെ വീട്ടിലുള്ള സകല പുരുഷന്മാരെയും കൂട്ടി ദൈവം തന്നെ കൽപ്പിച്ചതിലൊക്കെയും അഗ്രചർമ്മവും പരിച്ഛേദനയും കഴിപ്പിച്ചു. പക്ഷെ അബ്രഹാം ചെയ്തൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ദൈവത്തെ അനുസരിച്ചു. അബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ അവന് 90 വയസ്സായിരുന്നു. ശ്രദ്ധിച്ചോണം, അബ്രഹാമിന് വേണമെങ്കിൽ പരിച്ഛേദന ഏൽക്കാതെ ഇരിക്കാമായിരുന്നു. പക്ഷെ അബ്രഹാം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതിൻ്റെ മേൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ആക്ഷൻ ചെയ്തു. നിങ്ങൾ തുടക്കത്തിൽ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിയമമായിരിക്കും. എൻ്റെ അർത്ഥം, ഞാൻ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ എന്ത് ചെയ്യണം? ദേഹത്തിൽ ഒരു നിത്യ നിയമം ആയിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും പരിച്ഛേദന, നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ പരിച്ഛേദന എന്നുള്ളത്, പരിച്ഛേദന ഏൽക്കണം. അബ്രഹാം കാര്യം ചിരിച്ചെങ്കിലും ദൈവം തരുമോ എന്നുള്ള സംശയം തൻ്റെ അകത്തുണ്ടെങ്കിലും താൻ വിശ്വാസത്താൽ എന്ത് ചെയ്തു? തൻ്റെ ഇസ്മായിലിനെയും തൻ്റെ വീട്ടിലുള്ള സകലരെയും താൻ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതുപോലെ പരിച്ഛേദന ഏൽപ്പിച്ചു. അത് മാത്രമല്ല, അബ്രഹാം 99-ാം വയസ്സിൽ അബ്രഹാമും പരിച്ഛേദന ഏൽപ്പിച്ചു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് നടക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം ഇത് നടക്കാൻ ഒരു സാധ്യതയില്ല. അത്ഭുതവും നടക്കത്തില്ല, അതിശയം ഉണ്ടാകത്തില്ല. 100 വയസ്സുള്ള എനിക്ക് കൊച്ചിനെ ഉണ്ടാകത്തില്ല. 90 വയസ്സുള്ള ഇനി നമ്മുടെ നാട്ടിലൊക്കെ 99 വയസ്സുള്ള അപ്പച്ചന്മാരുടെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? നിത്യതയെ പോകാൻ വേണ്ടിയുള്ള പാട്ടായിരിക്കും. അവരുടെ സ്വപ്നങ്ങൾ മൊത്തം ശവപ്പെട്ടിയായിരിക്കും. അവർ കാണുന്നത് മൊത്തവും മരിച്ചുപോയ ആൾക്കാർ ഇങ്ങനെ അവരെ മാടി വിളിക്കുന്നതൊക്കെ ആയിരിക്കും. അവർ കാണുന്നത് മൊത്തവും റീത്തുകളായിരിക്കും. എന്നാൽ 99-ാം വയസ്സിൽ അബ്രഹാം ഒരു സ്വപ്നം കാണാൻ വേണ്ടി തുടങ്ങി. താൻ വിശ്വാസത്താൽ താൻ പരിച്ഛേദന ഏറ്റു. എന്തിനാണെന്നറിയാവോ? താൻ വിശ്വസിക്കുന്നു, എൻ്റെ ബുദ്ധിക്കകത്ത് ഇതിനെനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ എൻ്റെ ജഡത്തിൽ ഞാനൊരു പ്രവൃത്തി കാണിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പരിച്ഛേദനയാക്കാൻ വേണ്ടി പോവാണ്. പരിച്ഛേദന നടത്തും എന്ന് പറഞ്ഞാൽ, ഇന്നു മുതൽ ഞാൻ അല്ല, ഇന്നു മുതൽ ഞാൻ അബ്രഹാമാണ്. അതിൻ്റെ അർത്ഥം, ഞാൻ ബഹു ജാതിക്ക് പിതാവാണ്. എൻ്റെ മനസ്സിൽ ചിന്തയിലൊക്കെയും അവിശ്വാസമാണെങ്കിലും ഞാൻ വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ്. ഞാൻ പരിച്ഛേദന ഏൽക്കുമ്പോൾ ഇന്നു മുതൽ ഞാൻ അബ്രഹാമാണ്. ആമേൻ, അബ്രഹാമാണ്. അപ്പൊ സ്വയം പുള്ളി എന്ത് ചെയ്തു? വിശ്വാസത്തിന്റെ ഒരു ആക്ഷനിലൂടെ താൻ അംഗീകരിച്ചു. എനിക്ക് കർത്താവ് പറയുന്നത് ബുദ്ധിയിലോ ചിന്തയിലോ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, പക്ഷെ എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? അതിനെ സ്വീകരിക്കാൻ വേണ്ടി പോവാ. അപ്പം നമ്മുടെ ശരീരത്തിന് വലിയൊരു പങ്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിലുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശ്വാസ ജീവിതത്തിൽ ശരീരത്തിന് ഭയങ്കര ഒരു പങ്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെ നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കാം എന്നുള്ളതിന് എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ശരീരത്തെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒന്ന് പറഞ്ഞു തരാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലെ ഈ ശരീരത്തിന്റെ പ്രാധാന്യം ഒന്ന് പറഞ്ഞു തരാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം എടുക്കുന്ന സമയത്ത്, കൊരിന്ത്യയിലെ അങ്ങനല്ല, അപ്പോസ്തല പ്രവൃത്തി 9-ാം മണി നേരത്ത് പത്രോസും യോഹന്നാനും കൂടെ 9-ാം മണി നേരത്ത് പള്ളിയിൽ പോവാണ്. നോക്കി, അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ ഒരു മനുഷ്യനെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദേവാലയത്തിരുന്ന് ഭിക്ഷ യാചിക്കുമായിരുന്നു. പത്രോസ് യോഹന്നാൻ ദേവാലയത്തിൽ കടപ്പാൻ ശ്രമിച്ചു. പത്രോസ് യോഹന്നാൻ ഉറ്റുനോക്കി. ഞങ്ങളെ അപ്പോൾ ഉടനെ പറയുകയാണ്, വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എണീറ്റ് നടക്ക എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടോണം, ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണം. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എണീറ്റ് നടക്ക എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, എണീറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ നടന്നോ ഇല്ലയോ? നടന്നോ? അവൻ നടന്നില്ല. നടന്നു എന്ന് പറയുന്നവരൊക്കെ ബൈബിൾ വായിക്കാത്തവരാ. അവൻ നടന്നില്ല. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എണീറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പം നടന്നില്ല. അവൻ നടന്നില്ല. ശ്രദ്ധിച്ചു, അവൻ നടന്നില്ല. അവൻ അവിടെ തന്നെ ഇരുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, 7-ാമത്തെ വാക്യത്തിൽ, അവനെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ശ്രദ്ധിച്ചോണം, വലങ്കൈ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. അപ്പൊ നടക്കാൻ പറഞ്ഞിട്ട് പുള്ളി നടന്നില്ല. യേശുവിന്റെ നാമത്തിൽ പൊന്നോ വെള്ളി എനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ നടന്നില്ല. അവൻ അവിടെ തന്നെ ഇരിക്കുക. അവനൊരു വ്യത്യാസവും വന്നില്ല, അവനൊരു അത്ഭുതവും വന്നില്ല, അവനൊന്നും വെളിപ്പെട്ടില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? പത്രോസും യോഹന്നാനും കൂടെ വലങ്കൈ പിടിച്ചിട്ട്
അങ്ങ് എണീപ്പിച്ചിട്ട് പറയുകയാണ്, ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. ശ്രദ്ധിച്ച്, എപ്പോഴാണ് അവൻ കാലും നരിയാണിയും ഉറച്ച് അവൻ നടന്നത്? പറ, ഇനി നിങ്ങൾ പറ, എപ്പോഴാ? വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചതിന് ശേഷം. കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവിന്റെ നാമത്തിൽ നടക്കാന്ന് പറഞ്ഞപ്പോൾ അവിടെ അവരുടെ കാലും നരിയാണി ഉറച്ചില്ല. പക്ഷെ വിശ്വസിക്കുന്നവൻ കൈയെടുത്ത് അവനെ വിശ്വാസത്താൽ അവനെ നടക്കണമെങ്കിൽ നീ എണീക്കണം. നടക്കണമെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ആർക്കെങ്കിലും ഇരുന്നുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഒരു വ്യക്തി നടക്കണമെങ്കിൽ അവൻ എണീക്കണം. ഇവനോട് യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞിട്ട് അവൻ നടന്നില്ല. അവനത് വിശ്വാസമില്ല. അവൻ യേശുവിനെ അറിയത്തില്ല, അവൻ യേശുവിൽ വിശ്വസിക്കുന്നില്ല, അവൻ യേശു അത്ഭുതം ചെയ്യുന്ന അവൻ അറിയത്തില്ല. ഇനി ഉണ്ടേ തന്നെ അവൻ വിശ്വസിക്കുന്നില്ലെന്ന് വിചാരിച്ചു. പക്ഷെ വിശ്വസിക്കുന്നവൻ നടക്കാന്ന് പറയുക മാത്രമല്ല, നിങ്ങളുടെ ശരീരം കൊണ്ട് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യണം? അവരെന്താ ചെയ്തത്? ഇവൻ നടക്കണമെങ്കിൽ ഇവനെ എണീപ്പിച്ച് നിർത്തണം. അവരെന്ത് ചെയ്തു? അവനെ എണീപ്പിച്ചപ്പോൾ, അവിടെ നോക്കിയ ക്ഷണത്തിൽ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റു. അപ്പൊ വിശ്വസിക്കുന്നവൻ പ്രവൃത്തി ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാം. പത്രോസ് പറയാണ്, കാലൂന്നി എണീക്ക് മനുഷ്യ എന്ന് പറഞ്ഞിട്ട് അവൻ എണീറ്റില്ല. എന്നാ പോട്ടെ, അവന്റെ പരിപാടി നിന്റെ ഗതി അതോ ഗതി എന്നും പറഞ്ഞ് പോവല്ല. അവനെ പ്രോത്സാഹിപ്പിച്ചു. മനസ്സിൽ ചിലപ്പോൾ 100,000 സംശയം വന്നേക്കാം. വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നമ്മളെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്. ഇവിടെ അബ്രഹാം എന്ത് ചെയ്തു? ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം താൻ ആദ്യം പറഞ്ഞു 100 വയസ്സുള്ള, നമ്മൾ ആ വാക്യം നോക്കുവാണ്, നിങ്ങൾ ഈ വചനം നോക്കി, എന്തിയാ വാക്യം? അബ്രഹാം കവന്നു വീണു. 17:17 100 വയസ്സുള്ള മകന് 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമെന്ന് ഹൃദയത്തിൽ പറഞ്ഞു. ഇസ്മായിൽ എൻ്റെ മുമ്പേ ജീവിച്ചിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അതിന് ദൈവം അരുളിച്ചത്, എൻ്റെ ഭാര്യയായ സാറായ നിനക്കൊരു മകനെ പ്രസവിക്കും, അവൻ ഇസഹാക്ക് എന്ന് പേരിടണം, അവൻ്റെ സന്തതിക്കും എൻ്റെ സന്തതിക്കുമൊക്കെ. ഇത് വലിയ തമാശ പോലെ അബ്രഹാമിൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും അബ്രഹാമിനൊരു കാര്യം മനസ്സിലായി, ഞാൻ എന്തെങ്കിലുമൊക്കെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യണം. എല്ലാ ദിവസവും അബ്രഹാമിന്റെ സ്വപ്നത്തിൽ മൊത്തവും ശവപ്പെട്ടിയും 99 വയസ്സായല്ലോ. പണ്ട് ഞാൻ ഈ പ്രസംഗിച്ചപ്പോഴേക്കും ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ബ്രദർ, ആ കാലത്ത് എല്ലാവർക്കും എന്താ ഉണ്ടായിരുന്നു, അതിൽ കൂടുതൽ ആയുസുള്ളവരുണ്ടായിരുന്നു, അപ്പം 100 എന്നുള്ളത് ചെറിയ പ്രായമൊന്നും അല്ല എന്നൊരാളൊക്കെ എനിക്ക് ഒരു ഫോൺ ചെയ്ത് പറഞ്ഞു. ഞാൻ ഈ പ്രസംഗം പണ്ട് പ്രസംഗിച്ചപ്പം ഇങ്ങനെയല്ല പ്രസംഗിച്ചത്. അബ്രഹാമിന്റെ സന്തതിയെപ്പറ്റി പ്രസംഗിച്ചപ്പം ഞാനൊരു ദിവസം എറണാകുളത്ത് നിന്ന് കോട്ടയം വരുന്ന സമയത്ത് തന്നെ തുരുതുരോന്ന് വിളിക്കുക ഒരു മനുഷ്യൻ. ഞാൻ വിളിച്ച് ഫോൺ എടുത്തപ്പോഴേക്കും പറഞ്ഞു, ബ്രദറെ, അങ്ങനെ പറയരുത്, കാരണം അബ്രഹാമിന് ചെറിയ പ്രായമാണെന്ന് പറഞ്ഞു. കാര്യം അന്നത്തെ കാലത്ത് ഭയങ്കര ആയുസ്സായിരുന്നു, 600 700 ഒക്കെ ആൾക്കാർ മരിക്കുമായിരുന്നു. അപ്പം 100 എന്നുള്ളത് ചെറിയ പ്രായമല്ലേന്ന് എന്നോട് ചോദിച്ചു. നിങ്ങൾ ആ വാക്ക് നോക്കിയാൽ മതി. അബ്രഹാം ചിരിച്ചിട്ട് പറയുന്നത് 18 വയസ്സുള്ള ഞാൻ ഇനി കുഞ്ഞുണ്ടാവും എന്നല്ല ചോദിക്കുന്നത്. അവിടെ എടുത്തു പറയുന്നുണ്ട് 100 വയസ്സുള്ളവന് മകൻ ജനിക്കുക. ക്വസ്റ്റ്യൻ മാർക്ക് നോക്കിയേ. അപ്പം അത് ചെറിയ പ്രായമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ 700 600 വയസ്സ് വരെ ആയുസ് ഉണ്ടെങ്കിലും 100 എന്നുള്ളത് ബൈബിൾ പറയുന്നു 90 വയസ്സുള്ള സാറയുടെ സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയെന്ന് പറഞ്ഞു. കാര്യം മനസ്സിലായല്ലോ? അവരുടെ ഗർഭപാത്രം നിർജീവമായി പോയി. 18ാമത്തെ വയസ്സിലല്ല, 90 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു പ്രായം തന്നെയാണ്, നിർജീവത്വമുള്ള പ്രായമാണ്. അപ്പൊ ഈ ശരീരത്തിൻ്റെ അകത്തുനിന്ന് ഒരു നന്മ ഉണ്ടാകത്തില്ലെന്ന് മനസ്സിലും ചിന്തയിലും ഒക്കെ അറിവ് കിട്ടിയിട്ടും വിശ്വാസത്താൽ അബ്രഹാം എന്ത് ചെയ്തു? ഞാനിനി അബ്രഹാം ആയതുകൊണ്ട് താൻ പരിച്ഛേദനയേറ്റു. അപ്പൊ വിശ്വാസത്തിന്റെ പ്രവൃത്തിയിലൂടെ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, എനിക്ക് എന്തേലുമൊക്കെ ഞാൻ ചെയ്യും. ഇനി അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നമ്മൾ 18ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 17 മറക്കരുത്. 18ലേക്ക് അനന്തരം യഹോവ മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കലെത്തി തലപൊക്കി നോക്കിയപ്പോൾ 3 മനുഷ്യന്മാരെ കണ്ടു. ഇനി താഴേക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, അബ്രഹാമിന് ആ വാക്യത്തിൽ പറയുന്നു അടുത്ത ആണ്ടിനൊക്കെ ഒരു മകനെ പ്രസവിക്കും എന്ന് ചോദിച്ചതിന് ഈ 10ാമത്തെ വാക്യം, ആ ആണ്ട് കഴിഞ്ഞ് താനൊരു മടങ്ങി വരും, അപ്പോൾ തൻ്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാവും, അവൻ സാറ കൂടാരവാതിൽക്കൽ നിന്നുകൊണ്ട് പിൻവാതിൽക്കൽ നിന്ന് കേട്ടു. അബ്രഹാം സാറയും വയസ്സ് ചെന്നു വൃദ്ധരായി തീർന്നു. കണ്ടോ, വയസ്സ് ചെന്നു വൃദ്ധരായി തീർന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധനായിരിക്കുന്ന എനിക്ക് സുഖഭോഗങ്ങൾ ഉണ്ടാകുമോ? എൻ്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു. ഇതൊക്കെ വ്യക്തമായി വെളി പറഞ്ഞിരിക്കുക. എൻ്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു. യഹോവ അബ്രഹാമോട് വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞു. സാറായും ചിരിച്ചു. അപ്പൊ ഇന്നലെ അബ്രഹാം ചിരിച്ചെങ്കിൽ 17ാം അധ്യായത്തിൽ അബ്രഹാം ചിരിച്ചെങ്കിൽ 18ാം അധ്യായത്തിൽ ആര് ചിരിച്ചു? സാറാമച്ചിയും ചിരിച്ചു.
എന്നിട്ട് 14-ാമത്തെ വാക്യം നോക്കിയേ, യഹോവയാൽ കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ? മറക്കരുത് കേട്ടോ. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഉറക്കെ പറ. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് പറ. എന്റെ ദൈവത്തിന് കഴിയാത്ത ഒന്നും കൂടെ പറ, ഒന്നും കൂടെ പറ, ഒന്നും കൂടെ പറ, 1-2 പ്രാവശ്യം പറ. കഴിയാത്ത ഒരു കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ അത് ഉറപ്പിക്കണം. എപ്പോഴും നിങ്ങളുടെ അകത്തോട്ട് ഇടിച്ചു കയറ്റണം, നിങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചിടിച്ച് കയറ്റണം ഈ വാക്ക്. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഉടനെ ബുദ്ധി പറയും, 100 വയസ്സായല്ലോ, പറഞ്ഞു നോക്കി, നിങ്ങൾ ആ വാക്ക് കേട്ട് നോക്കിയോ, ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടാകാനാണ്? ഈ ബുദ്ധിയോട് പറഞ്ഞു 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 പഠിപ്പിക്കണം. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ദൈവത്തിന് കഴിയാത്ത കാര്യം വല്ലതുകൊണ്ടോ? ദൈവത്തിന് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ? മനസ്സിൻ്റെ അകത്തോട്ട് ഇടിച്ചു കയറ്റണം. നിങ്ങളുടെ ചിന്തയ്ക്കകത്തോട്ട് നിങ്ങളുടെ ചിന്തകൾ ഭരിക്കേണ്ടത് ഈ വചനങ്ങളായിരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് നിങ്ങൾ താഴേക്ക് വരുമ്പോൾ ചിരിച്ച പുള്ളികളെ പറ്റി പറയുന്നു. സാറ ഭയപ്പെട്ടു. ശ്രദ്ധിച്ചു നോക്കിയേ, സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു. ഉള്ള കാര്യം പറഞ്ഞോണം. ചിരിച്ചെങ്കിൽ ചിരിച്ചെന്ന് പറയണം. ഞാൻ ചിരിച്ചു എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കണം, അബ്രഹാം അരുളി ചെയ്തത് താൻ ചെയ്യുവാനിരിക്കുന്നതും അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തവനും നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്കും പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുണ്ട്. യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആമേൻ. ഇനി നിങ്ങളിനി വായിക്കണം. ഇനി അബ്രഹാം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയാണ്, യഹോവ അബ്രഹാമിനെ പരീക്ഷിക്കാൻ വേണ്ടി. നിങ്ങളിവിടെ നോക്കി, അതിനെ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കേണ്ടതിന് എന്തെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചു. അപ്പൊ ദൈവം അബ്രഹാമിനെ എന്നാ പേരാ വിളിച്ചത്? പറ, എന്തു പേരാ വിളിച്ചത്? ഉറക്കെ പറ. എന്താ അബ്രഹാമേ എന്ന് പറഞ്ഞാൽ? കണ്ടോ, ബഹുജാതികൾക്ക് പിതാവേന്ന് ദൈവം തന്നെ വിളിക്കുക. ദൈവം അബ്ര എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? നീ പഴയ പോലെ തന്നെയാ. അബ്രഹാമേ എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം ഇസഹാക്ക് കല്യാണം കഴിക്കണം, കുഞ്ഞുണ്ടാകണം, പിന്നെയും കുഞ്ഞുണ്ടാകണം, പിന്നെയും കുഞ്ഞുണ്ടാകണം, രാജാക്കന്മാർ വരണം, അങ്ങനെ വലിയൊരു തലമുറകൾ നിന്നിലൂടെ പുറത്തു വരുമെന്നുള്ള വാക്ക് പറഞ്ഞ ദൈവം തന്നെയാണ് ഗസറ്റിൽ പരസ്യം കൊടുത്ത് അബ്രഹാമേ എന്നാക്കിയത്. അപ്പൊ പരീക്ഷിക്കാൻ വേണ്ടി അബ്രഹാം നോക്കുമ്പോൾ ദൈവം വിളിക്കുന്നത് അബ്ര എന്നല്ല. അബ്ര എന്നുള്ളത് അബ്രഹാമിന്റെ നാട്ടിൽ കൽദേർ പട്ടണമായ ഊരിൽ തേരഹും ആ പിതാക്കന്മാരും ചേട്ടന്മാരും അനിയന്മാരും എല്ലാം വിളിക്കുന്നത് അബ്രഹാം എന്നല്ല, അബ്ര. ഒരാൾ മാത്രമേ ദൈവത്തെ അബ്രഹാമിനെ കയറി അബ്രഹാമേ എന്ന് വിളിച്ചിട്ടുള്ളത്, ദൈവമാ. അപ്പൊ ഈ വിളി പെട്ടെന്ന് അബ്രഹാം ശ്രദ്ധിച്ചു. അബ്രഹാമേ എന്ന് വിളിച്ചിട്ട് തമ്പുരാൻ പറയണം, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ മോറിയ മലയിൽ കൊണ്ടുപോകും, എനിക്ക് യാഗം അർപ്പിക്ക്. അപ്പൊ തന്നെ അബ്രഹാം മനസ്സിലായി, ഇതൊന്നാം തരം പരീക്ഷയാ. എനിക്ക് നല്ല ഉറപ്പാ, ദൈവം എന്നെ അബ്ര എന്നല്ല വിളിച്ചേക്കുന്നത്, അബ്രഹാമേ എന്നാ വിളിച്ചത്. അബ്രഹാമിന്റെ മനസ്സിലായി ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യന്റെ അദ്ദേഹം അനുഭവത്തിലൂടെ പറയാണ്, എടാ ചുമ്മാ ഒന്നുമില്ലാതെ ഉള്ള മെഡിക്കൽ കോളേജിലുള്ള ഹോസ്പിറ്റലെല്ലാം നടന്ന് ആ കുഞ്ഞുണ്ടാകത്തുള്ളെന്നുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് നടന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ചിറക്കിയിട്ട് പറഞ്ഞയാളാണ് കുഞ്ഞിനെ തരുമെന്ന്. നീണ്ട 17 വർഷം മിണ്ടിയില്ല, ഒരു മിണ്ടാട്ടവും ദൈവം ചെയ്തില്ല. 17ാമത്തെ വർഷം വീണ്ടും വന്നിട്ട് തമ്പുരാൻ പറയണം, നിനക്കൊരു മകനെ തരും. ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. കാര്യം എന്തുവാ? ഇത്രയും നാൾ ഞങ്ങൾക്കൊരു വേദനയായിരുന്നു, ഇപ്പൊ അതൊരു തമാശയായിട്ട് മാറി. അപ്പോൾ ദൈവം പറയുകയാണ്, അബ്രഹാമേ നിനക്ക് ഒരു മകനെ തരും. താഴെ ഒരു വാക്കും കൂടെ ദൂതന്മാർ കൂട്ടിച്ചേർത്തു, ദൈവത്തിന് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ? അന്ന് കീറിയതാണ് സ്കാനിങ് റിപ്പോർട്ട്, അന്ന് കീറിയതാണ് ബ്ലഡ് റിപ്പോർട്ട്, അന്ന് കീറിയതാണ് ആ കുഞ്ഞുണ്ടാകത്തില്ലെന്നുള്ള സകല പേപ്പറുകളും. ഒറ്റ വാക്കയിൽ, ഏത് വാക്കയിലാണ്? ദൈവത്തിന് കഴിയാത്ത വല്ലോ കാര്യമുണ്ട്. അന്ന് മുതൽ സാറാമച്ചി അബ്രാം ചേട്ടാന്ന് വിളിക്കുന്ന വാക്കുമായിട്ട് അബ്രഹാം അപ്പച്ചാന്ന് വിളിക്കാൻ തുടങ്ങി. അബ്രഹാം അപ്പച്ചാന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? അവർ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ ചെയ്തു. ശ്രദ്ധിച്ചു നോക്കി, അബ്രഹാമിനെ പിന്നെ സാറായി വിളിക്കുന്നത് അബ്രഹാം അച്ചായ എന്ന. അതിന്റെ അർത്ഥം എന്തു? അബ്രഹാം അച്ചായ എന്ന് പറഞ്ഞാൽ നീ ബഹുജാതികൾക്ക് പിതാവാ. അപ്പോഴും എന്തുവാണ്? സ്വന്തമായിട്ട് മകനില്ല, സാറായാണ് സ്വന്തം ഭാര്യ കേട്ടോ, ഇസ്മായിൽ വേറെ പോട്ടെ. അബ്രഹാമിന് സ്വന്തം ജീവിതത്തിൽ തൻ്റെ സാറായിൽ മകനില്ലാത്തപ്പോഴും സാറായി എന്ത് ചെയ്തു? വിശ്വാസത്താൽ അബ്രഹാമേ എന്ന് വിളിച്ചു.
അപ്പൊ ഇങ്ങനെ അവർ വിശ്വാസത്തിൽ ജഡത്തിൽ പ്രവൃത്തി ചെയ്തു. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, രോഗികളായി ഭാരപ്പെടുന്നവര് നിങ്ങൾ രോഗം മാറണമെന്ന് പറയാതെ കൈയെടുത്തങ്ങ് വെക്ക് രോഗമുള്ള ഭാഗത്തോട്ട്. ദൈവം അങ്ങനെയുള്ള, അല്ലാത്തതെല്ലാം എനിക്ക് ഭയങ്കര വിശ്വാസം ബ്രദർ, രോഗികളെ കർത്താവ് സൗഖ്യമാക്കും എന്ന് ഭയങ്കര വിശ്വാസമാണ്. ഓ, രോഗികൾ എന്നിലൂടെ പുറത്തു വരുമെന്ന് ഭയങ്കര വിശ്വാസം. രോഗിയെ കാണുമ്പോൾ കൈവെക്കാൻ ധൈര്യമില്ല ബ്രദറെ. നിങ്ങൾ ഡെഡ് ബോഡിയാ, വിശ്വാസിയുടെ ഡെഡ് ബോഡിയാ. വിശ്വാസിയുടെ ഡെഡ് ബോഡി എന്ന് പറയാൻ കാര്യം എന്തുവാ? നിങ്ങൾ ഒറിജിനൽ വിശ്വാസിയാണെങ്കിൽ രോഗിയുടെ മേൽ കൈവച്ചിരിക്കും. നിങ്ങൾക്ക് രോഗം വന്നാൽ സ്വന്തമായി കൈവച്ച് കൽപ്പിച്ചിരിക്കും. അതിന്റെ കാരണം ഡെഡ് ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എത്ര പാട്ട് കേട്ടാലും എത്ര ആൾക്കാർ കരഞ്ഞാലും ഒരു ഡിസ്റ്റർബൻസും ഇല്ല. നമുക്കറിയാം, നമ്മൾ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തോരം കാർച്ചയും കൂച്ചയും ബഹളം അല്ലേ. സങ്കടം കൊണ്ട് നിലവിളിക്കുന്നു, ആളുകൾ ഇങ്ങനെ വിങ്ങിപ്പൊട്ടുന്നു, ഭയങ്കര നിലവിളിയാ. ഒരു ഡെഡ് ബോഡിയുടെ നെഞ്ചത്ത് കയറി ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ നെഞ്ചത്ത് വരെ കൈവച്ചുകൊണ്ടും പ്രസ് ചെയ്ത് ഭയങ്കര ഉച്ചത്തിൽ കിടന്ന് നിലവിളിച്ചാൽ പോലും സുഖമായിട്ട് കിടക്കും, ഒരു കുഴപ്പമില്ല. കാരണം എന്തുവാ? ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. എന്നാൽ ഇതേപോലെ ഒരു വിശ്വാസിയും നിങ്ങൾക്ക് പ്രവൃത്തി വരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ പോലും കൈവച്ചങ്ങ് പ്രാർത്ഥിക്ക് യേശുവിൻ്റെ നാമത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലം കഴിയുമ്പോൾ ഡെഡ് ബോഡി ആയി പോവും. ഡെഡ് ബോഡിക്ക് എന്നെ പ്രത്യേകത? ഒരു ഗുണവുമില്ല. ഡെഡ് ബോഡിയെ പ്രത്യേകിച്ച് ഒരു പണിക്ക് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഡെഡ് ബോഡിക്ക് പാട്ട് പാടാൻ പറ്റുമോ? ഇല്ല. ഡെഡ് ബോഡിയെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത്. ഡെഡ് ബോഡിയെ കൊണ്ടുവന്നിട്ട് കുഴിച്ചു. പിന്നെ ഡെഡ് ബോഡി അവിടെ ഇരുന്നാൽ നമുക്ക് എത്ര സ്നേഹമുള്ള വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ഡെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ജീർണിച്ച് നാറ്റം വരും. പിന്നെ ഒരു ഭയാനകമായ രൂപമായി മാറും. പേടിപ്പെടുത്തുന്ന വികൃത രൂപത്തിലേക്ക് ഡെഡ് ബോഡി മാറിക്കൊണ്ടേയിരിക്കും. അതുവരെ സുന്ദരനായിരുന്നു, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വികൃതമാണ്, വികൃത രൂപമായി മാറും, നാറ്റം വമിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ടൊന്ന് കുഴിച്ചിടും. അല്ല, ആരെങ്കിലും കൊണ്ടുവന്ന് ഡെഡ് ബോഡി കുഴിച്ചിടുവോ? അത്ര മനോഹരമായ ഒരു മനുഷ്യൻ മരിച്ചു, നല്ല മനുഷ്യനായിരുന്നു. അപ്പം ഞാൻ പറയാം, അയാൾ പോകണ്ട, അയാളുടെ ഓർമ്മയ്ക്ക് എന്ത് ചെയ്യാം? അയാളുടെ കട്ടിലേൽ, അയാളുടെ മുറിയിൽ കൊണ്ടുവന്ന് നമുക്ക് അയാളെ കിടത്താം. ആരെങ്കിലും ചെയ്യുവോ? ആഗ്രഹം ഉണ്ടെങ്കിലും കിടത്തില്ല. 4-ാം ദിവസം ആകുമ്പോഴേക്കും പയ്യെ നാറ്റം വരും. 5-ാം ദിവസം ആകുമ്പോഴേക്കും ജീർണിക്കാൻ തുടങ്ങും. 6-ാം ദിവസം ആകുമ്പോൾ ദുർഗന്ധം വമിക്കും. 10-ാം ദിവസം ആകുമ്പോൾ നിങ്ങൾ തന്നെ പറയാം, അതുകൊണ്ട് കണ്ടോ എൻ്റെ കാര്യം എന്തത്? പ്രയോജനമില്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ വാ കൊണ്ട് വിളിച്ചു പറയണം. വിശ്വാസത്താൽ കൈയെടുത്ത് വെക്കണം. വിശ്വാസത്താൽ അനുഗ്രഹത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയണം. അബ്രഹാം എന്ത് ചെയ്തു? താൻ പരിച്ഛേദന ഏറ്റു. ചിരിച്ച മനുഷ്യനാണോ? 17-ാം അധ്യായത്തിൽ താഴേക്ക് 17-ാമത്തെ വാക്യത്തിൽ താൻ കാവുന്നു വീണ് ചിരിച്ചയാളാ. ഓ, ഈ ദൈവം ഒന്നും ചെയ്യത്തില്ല. പക്ഷെ അബ്രഹാമിന് മനസ്സിലായി, കാര്യം എൻ്റെ മനസ്സിൽ ഒരു വിശ്വാസവും വരുന്നില്ലെങ്കിലും, ഒരു വിശ്വാസം എൻ്റെ ചിന്തയിൽ ഒരു വിശ്വാസം വരുന്നില്ലെങ്കിലും ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ വിശ്വാസത്താൽ അബ്രഹാം എന്നുള്ളത് പരിച്ഛേദനയേക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അബ്രഹാം എന്ത് ചെയ്തു? തൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളോട് താൻ പറയാൻ തുടങ്ങി, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഇങ്ങനെ അബ്രഹാമിന് ഒരു കുഞ്ഞിനെ കിട്ടി. അപ്പൊ അബ്രഹാമിനെ ദൈവം വിളിച്ചത് അബ്രഹാമേ എന്നാണ്. 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലുള്ള അബ്രഹാം ആണെങ്കിൽ തന്റെ മകനെ യാഗമർപ്പിക്കാൻ പറഞ്ഞാൽ പോകത്തില്ല. അബ്രഹാം പോകത്തില്ല. കാര്യം അബ്രഹാമിനൊരു ദൈവം കിട്ടുമോ ഇല്ലയോ. പക്ഷെ ഇപ്പൊ അബ്രഹാമിന് മനസ്സിലായി, ഈ ഇസഹാക്ക് വന്നതൊരു മിറക്കിളാ. ഇതാണ് അത്ഭുതം എന്ന് പറയുന്നത്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയും ഇല്ലാത്തോടത്ത് എല്ലാ വഴിയും അടയുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അവസാനിക്കുമ്പോൾ വിളിച്ചു പറയണം, എൻ്റെ കർത്താവേ നീ എന്നെ കൈവിട്ടല്ലോ എന്നല്ല, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഉറക്കെ വിളിച്ചു പറയണം, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി കാണുമെന്ന് എന്ത് ചെയ്യണം? ഒന്നും പറ്റിയില്ലെങ്കിൽ 200 പേജിൻ്റെ ബുക്ക് എടുത്തിട്ട് ചുമ്മാ അങ്ങ് എഴുത്. 5 രൂപയുടെ ഒരു പേനയും മേടിച്ചിട്ട് അങ്ങ് എഴുത്, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഏതൊക്കെയാണ് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ ആ വിഷയം അങ്ങോട്ട് എഴുതിയിട്ട് പറ, എൻ്റെ ഇന്ന വിഷയം, എൻ്റെ ഇന്ന രോഗം യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആ 200 പേജ് അങ്ങ് തീർക്ക്. വിശ്വാസത്തിൽ ചില പ്രവൃത്തികൾ അങ്ങ് ചെയ്യ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൻ്റെ അകത്തോട്ട് കയറിക്കൂടേണ്ട ഏറ്റവും വലിയ കാര്യം എന്നാണെന്നറിയാവോ? എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിയാണ്. ഇനി താഴേക്ക് വരുമ്പോൾ നമുക്കറിയാം, പിന്നീട് എനിക്ക് വന്നത് പറയേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. താഴേക്ക് വരുന്ന സമയത്ത് പറയുന്നു, 8-ാമത്തെ വാക്യം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയെ കരുതിക്കോളും എന്ന് മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അല്ല, അബ്രഹാം പറഞ്ഞു.
അബ്രഹാം ആയതിൻ്റെ കാരണം അബ്രഹാമിൽ അനേക ജാതികൾ പുറത്തു വരും, ദൈവമാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ പറഞ്ഞത് ദൈവം ഇസഹാക്കിനെ കൊന്നുകളഞ്ഞാൽ ഇസഹാക്കിന് വിവാഹം കഴിക്കാൻ കഴിയത്തില്ല. ഇസഹാക്ക് വിവാഹം കഴിച്ചാലല്ലേ ഉള്ളൂ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തുള്ളൂ. കുഞ്ഞുങ്ങൾ ഉണ്ടായാലേ രാജാക്കന്മാരുണ്ടാകത്തുള്ളൂ. ഈ രാജാക്കന്മാരുണ്ടായാലല്ലേ അവിടുന്ന് യേശു എന്ന മഹാരാജാവ് വരത്തുള്ളൂ. ഇത്രയും വലിയ പ്രവചനം കിടക്കുമ്പോൾ അബ്രഹാമിന് മനസ്സിലായി ഈ ദൈവം കൊച്ചു കളിക്കുന്ന ദൈവമല്ല, ഈ ദൈവം കളി പറയുന്ന ദൈവമല്ല, ഈ ദൈവം പറഞ്ഞത് ദൈവം അബ്രഹാമിന് മനസ്സിലായി ഈ ദൈവം പറഞ്ഞ ഭയങ്കര ദൈവം കേട്ടോ, പറഞ്ഞ ചെയ്യുന്നയാളാ. എന്നാ തെളിവ്? ഈ കുഞ്ഞ് തന്നെ തെളിവാ. ഞങ്ങളോർത്ത് തമാശയായിരിക്കുന്നു, ഞങ്ങളോർത്ത് ദൈവം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്ന് എൻകറേജ് ചെയ്യിപ്പിക്കുന്ന ഈ മോട്ടിവേഷൻ സ്പീക്കറെ പോലെ തന്നെ കുഞ്ഞിനെ കിട്ടും എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കറാണെന്നാണ് അബ്രഹാം ഓർത്തുകൊണ്ടിരുന്നത്. സഹോദര ഭാരപ്പെടണ്ട എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കറാണെന്നാണ് അബ്രഹാം ഓർത്തത്. പക്ഷേ ദൈവം മോട്ടിവേഷൻ സ്പീക്കർ അല്ല കേട്ടോ, അവൻ പറഞ്ഞതിനെ പ്രവർത്തിപ്പാൻ ശക്തിയുള്ള സാക്ഷാൽ ഓൾ മൈറ്റി സർവശക്തനായ ഏലോഹിമായ ദൈവമാണ്. ഇത് തെളിവാ ഇസഹാക്ക്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ദൈവം ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് ശേഷം നിന്റെ സന്തതിക്കും. അപ്പൊ എൻ്റെ ശേഷം എൻ്റെ സന്തതി ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? അബ്രഹാം ജീവനോട് ഇരിക്കുമ്പോൾ ഇസഹാക്ക് മരിക്കുവോ? പറ. ഇല്ല. അപ്പൊ കുഞ്ഞിനെ തന്ന ദൈവത്തിന് ആ കൂടത്തിൽ വന്ന പ്രവചനം കൂടെ കുഞ്ഞാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഞാൻ ചോട്ടെ, ഈ അബ്രഹാമിനെ പറയുകയാണ് നിനക്ക് സന്തതികളെ തരും. ആദ്യം കുഞ്ഞുണ്ടായാലല്ലേ സന്തതിയുള്ളൂ. സന്തതികൾ വരണമെങ്കിൽ കുഞ്ഞ് വേണം. അപ്പൊ ഏറ്റവും വലിയ വിഷയം എന്തോ? കുഞ്ഞാണ്. ഒരുത്തൻ ജനിച്ചാലേ ഉള്ളൂ അടുത്തവൻ വരത്തുള്ളൂ. ഒരു കുഞ്ഞ് ജനിച്ചാലല്ലേ ഉള്ളൂ ജനറേഷൻ വരത്തുള്ളൂ. അപ്പൊ ഒരു കുഞ്ഞെങ്കിലും അബ്രഹാമിനുണ്ടായാലേ ഉള്ളൂ അബ്രഹാമിന് അബ്രഹാം എന്ന പേരിന് എന്ത് ചെയ്യത്തുള്ളൂ. സാറായിൽ നിന്നൊരു കുഞ്ഞുണ്ടായാൽ മാത്രമേ ഉള്ളൂ അബ്രഹാമിന് ആ പേരിന് യോഗ്യനാകാൻ പറ്റത്തുള്ളൂ. പക്ഷെ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അബ്രഹാമിനെ സാറായി ആ അബ്രഹാം ചേട്ടാ എന്നുള്ള വിളി മാറ്റിയിട്ട് അബ്രഹാം ചേട്ടാ എന്ന് വിളിക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അവർ ചെയ്യാൻ തുടങ്ങി, അവർ വിളിച്ചു പറയുവാൻ തുടങ്ങി അബ്രഹാം. ഈ ദിവസങ്ങളിൽ അത്ഭുതം നടക്കുന്നതിന് മുമ്പ് തന്നെ വാഗൊണ്ട് വിളിച്ചു പറയണം, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടത്തിയതിന് നന്ദി കർത്താവെന്ന്. സാറാമ്മച്ചി ഇപ്പോഴും അബ്രഹാം ചേട്ട കടലോട്ടാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അബ്രഹാം ചേട്ടനും അമ്മാമ്മ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അബ്രഹാമേന്ന് വിളിക്കുമ്പം അയൽവക്കത്തെ ചേച്ചി ചോദിക്കും, അബ്രഹാമോ? ഇന്നലെ വരെ അബ്രാം ആണല്ലോ അച്ചാനെ വിളിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഞങ്ങളിപ്പോൾ ആ പേരങ്ങ് മാറ്റി. അതെന്നാ പേര് മാറ്റിയത്? എൻ്റെ ഈ പേരിൻ്റെ അർത്ഥം യഹൂദന്മാർക്കൊരു പ്രത്യേകത, അവരുടെ പേരിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട്. ഉടനെ നാട്ടുകാരൻ ചോദിക്കും, എന്താണ് ആ പേരിൻ്റെ അർത്ഥം? ബഹു ജാതിക്ക് പിതാവ്. കേട്ടവൻ ചിരിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു ചേച്ചി, നമ്മളുടെ കൂടെ പോയിട്ടല്ലേ ഡോക്ടറെ കണ്ടത്. ഞാനും ആ സ്കാൻ റിപ്പോർട്ട് കണ്ടതാ കേട്ടോ. ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു അമ്മാമയ്ക്കിനൊരു കുഞ്ഞുണ്ടാകത്തില്ല. ഗർഭപാത്രം നിർജീവമായി പോയിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് റോമർ 4:16 പറയുന്നുണ്ടല്ലോ. ഉടനെ അമ്മച്ചു പറയും, റിപ്പോർട്ടിൻ്റെ അകത്തു നിന്നുകൊണ്ട് ഞാൻ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വിളിച്ചു പറയുന്നു, ഇന്നു മുതൽ എൻ്റെ അച്ചായൻ്റെ പേര് അബ്രഹാം എന്നാ. കണ്ടോ? അബ്രഹാം എന്നാ. ആമേൻ. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിക്ക് ഭയങ്കര പ്ലാനുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് വരണം. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുകയും കൈവെക്കുകയും നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആക്ഷനുകൾ ചെയ്യേണ്ടവരാകണം. ഇപ്പോൾ ഉദാഹരണം പറയുക, അപ്പോസ്തലന്മാരുടെ കർത്താവ് പറഞ്ഞ അപ്പോസ്തലപ്പോൾ നിങ്ങൾ മർക്കോസിൻ്റെ 16 പറയും, നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പിൻ എന്ന് യേശു പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, കർത്താവ് ശിഷ്യന്മാർക്ക് വണ്ടിക്കൂലി കൊടുത്തോ? പറ. ദൈവന്ന വണ്ടിക്കൂലി കൊടുത്തോ? വണ്ടിക്കൂലി കൊടുത്തോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവര് പോകുന്നത്? കർത്താവ് പറയും, നിങ്ങൾ ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയണമെന്ന് പറഞ്ഞ കർത്താവ് എന്ത് ചെയ്തു? അവർ കാണുക കർത്താവ് എന്ത് ചെയ്തു? ആകാശത്തിലേക്ക് കയറിപ്പോയി. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ ശിഷ്യന്മാർ, അയ്യോ മറന്നു, യേശുവേ ഞങ്ങൾക്ക് വണ്ടിക്കൂലി തന്നില്ല. യെരുശലേമിൽ ശമരി വരെ പോകാനുള്ള വണ്ടിക്കൂലി എൻ്റെ കയ്യിലുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെയുള്ള വണ്ടിക്കൂലി എൻ്റെ കയ്യിലില്ല. ഇനി എത്ര രാജ്യങ്ങൾ കിടക്കുക, എന്നാ ചെയ്യും? ഉടനെ അവരൊരു തീരുമാനം എടുത്തു, നമുക്കൊരു കാര്യം ചെയ്യാം, എങ്ങും പോകണ്ട, ഇവിടെ അങ്ങ് കുറ്റിയടിച്ചിരിക്കാം.
ഇവരങ്ങനെ കുറ്റിയടിച്ചിരിക്കുമ്പോൾ തമ്പുരാൻ മനസ്സിലായി ഇവർ പോകുന്ന ലക്ഷണമില്ല. അങ്ങനെയാണ് സഭയിൽ ആദ്യം പീഡ ഉണ്ടാകുന്നത്. മനസ്സിലായി, ഇവരെ ചെതറിപ്പിച്ചു ദൈവം. ഓടാൻ പറഞ്ഞിരുന്നവരെല്ലാം അവിടെ കൂടിയിരുന്നുകൊണ്ട് അപ്പോൾ നുറുക്കി ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അവർ കൂടി അവിടെ ഇരിക്കുക. യെരൂശലേം വിട്ട് അവർ പോകുന്നേയില്ല, അവരവിടെ തന്നെ അങ്ങ് കൂടുക. ഇതാണ് ആദ്യത്തെ പീഡ ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ സ്മൂത്തായിട്ട് കാര്യങ്ങളെല്ലാം പോകും. നിങ്ങൾ വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകും. അവിടെ നിന്നാൽ ചിലപ്പോൾ ഓടിക്കേണ്ടി വരും നിങ്ങളെ. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നേ. ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയല്ലോ, ഞാൻ എൻ്റെ മനസ്സിൽ നമ്മുടെ സൂം മീറ്റിംഗ് ആദ്യം നടക്കുന്നുണ്ട്. നമ്മുടെ സൂം മീറ്റിംഗ് 100 പേരുടെ സൂം മീറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 60-70 പേരടങ്ങുന്ന ഒരു കൂട്ടമായിട്ട് നമ്മുടെ സൂം മീറ്റിംഗ് മാറി. അപ്പോൾ ഞാൻ 100 പേരുടെ പർച്ചേസ് ചെയ്തു. അപ്പം മാസം ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പി 1000 രൂപ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പം നമ്മൾ രണ്ടാമത് ആൾ കൂടാൻ തുടങ്ങിയപ്പോൾ ഞാനത് 300 പേരുടെ ഇത് ചെയ്തു. അപ്പം 300 പേരുടെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഈ സൂമുകാരൊരു പരിപാടി കാണിച്ചു. ഞാൻ എന്തോ ഒരു ഓപ്ഷൻ, അവർ ആ ഓപ്ഷൻ ഇട്ടില്ല, അത് മനഃപൂർവ്വം അവർ ഹൈഡ് ചെയ്ത് വെച്ചൊരു ഓപ്ഷൻ. അപ്പം ഞാൻ കുറേ കൺഫ്യൂഷനായി അത് ബുക്ക് ചെയ്ത സമയത്ത് അവരത് ഓപ്ഷൻ ഇട്ടില്ല. അപ്പോൾ ഓപ്ഷൻ ഇടാതെ വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ എടുത്ത ഓപ്ഷൻ്റെ അകത്തുനിന്ന് നമ്മൾ 1 മാസം മീറ്റിംഗ് ഓടിച്ച സമയത്ത് 4-ാം ദിവസം ഒരു മെസ്സേജ് അയച്ചു, 20,000 രൂപ പെനാൽറ്റി അടയ്ക്കണമെന്ന് പറഞ്ഞു, ഇന്ത്യൻ റുപ്പിയ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു. അവരെ വിളിക്കാൻ കിട്ടിയില്ല. ഇവർ ആദ്യം കോൺടാക്ട് ചെയ്തതിന് ശേഷം അവർ മെയിൽ അയച്ചപ്പോൾ ഇവർ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചു പോയതാണ്, നിങ്ങൾ ഏതൊരു എന്തൊരു ബിസിനസ് അക്കൗണ്ടിലേക്ക് അത് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അഡ്മിന്മാർ ഓപ്ഷനൊക്കെ അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഒരാൾ അഡ്മിൻ ആക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരാൾ കൺട്രോൾ മതി എന്ന രീതിയിൽ പിന്നെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഈ തുക അപ്പോൾ നമ്മൾ തുക അടയ്ക്കാൻ പറ്റത്തില്ല, കാരണം ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു, ഇനി 300-ന്റെ തരാൻ പറ്റത്തില്ല, അത് 300-ന്റെ ബിസിനസ്സിൻ്റെ എന്തോ ഓപ്ഷനാണ്, പിന്നെ ഉള്ളത് 500 അപ്പോൾ 500-ന് എന്ത് ചെയ്യണം, ഈ ഒരു തുക ഇത്രയും തുകയാവും. എന്നുള്ള എമൗണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ആ എമൗണ്ട് തുകയാവുമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സംശയം. കാരണം അന്ന് നമുക്ക് 100-150 പേരേ ഉള്ളൂ. അപ്പം 100 കഴിഞ്ഞാൽ പിന്നെ സൂമിന് 300 ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ 500-1000 അങ്ങനെ പോകുന്നത്. അങ്ങനത്തെ ഒരു കണക്കാണ് ഇവരുടെ. അപ്പം ഞാൻ ചിന്തിച്ച് 100 ആയിട്ടില്ല, 100 അപ്പോൾ കറക്റ്റ് 100 ആകുന്നു, 99 എങ്ങോട്ടായി നിൽക്കുക, 90-99 ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. നിങ്ങളത് ഓർക്കുന്നു, എത്ര പേര് ഓർക്കുന്നുണ്ട് ആ സമയങ്ങൾ? ഗീതാ സിസ്റ്റർ എപ്പോഴും അത് പറയുമായിരുന്നു. എത്ര ഓർക്കുന്നുണ്ട്? 100, 99, 98 ഒക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നില്ല, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് എൻ്റെ അകത്ത് ഭയങ്കര സംശയമുണ്ട്. കാരണം വെച്ചാൽ അപ്പോൾ ചിലർ പറഞ്ഞു ബ്രദറെ ഫില്ലായി കയറാൻ പറ്റില്ല. അപ്പം ഞാൻ ഓർത്തു 100, 110 ഒക്കെ വരുമായിരിക്കും, വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു ഇനി 500. അപ്പം ഞങ്ങളിങ്ങനെ കുറേ ആലോചിച്ചു, 500 എടുത്താൽ മന്തിൽ ഇത്രയും ചെയ്യേണ്ടി വരും. അപ്പം മനസ്സിലിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. കുറേ കഴിഞ്ഞിട്ട് മനസ്സിലൊരു ഫൈറ്റ്, കാരണം 300 എടുത്താൽ ഇനിയിപ്പോൾ 110 പേരെ വന്നെങ്കിൽ നഷ്ടമല്ലേ, വെറുതെ നഷ്ടമല്ലേ, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അവസാനം അവരൊരു തീരുമാനത്തിൽ 500 ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ പെനാൽറ്റി അടയ്ക്കണ്ട, ഞങ്ങൾ എന്ത് ചെയ്യാം, ചെയ്തുതരാം. അപ്പം അല്ലെങ്കിൽ ആ 300 എടുത്താൽ ഉറപ്പായിട്ടും ഈ പെനാൽറ്റി എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ വെച്ചതാണ് ബിസിനസ് അക്കൗണ്ടിൽ, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇനി എന്തായാലും പെനാൽറ്റി അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ മനസ്സ് പറഞ്ഞ് മണ്ടത്തര. കാരണം വെച്ചാൽ ഇനി 500-ലേക്ക് എത്തണമെങ്കിൽ എത്ര നാളെടുക്കും. പക്ഷെ ഉള്ളിനുള്ളിൽ ഞാൻ വിശ്വസിക്കുന്നു അവരങ്ങനെ ഒരു എറർ സംഭവിച്ചത് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിലോട്ട് പോകത്തില്ല. ആ എറർ വന്നു, ആ വലിയൊരു എമൗണ്ട് തുക ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് വേണ്ട, ഞങ്ങൾ 500 തന്നെ എടുക്കുവാന്ന് തന്നെ കൺവേർട്ട് ചെയ്തതിൻ്റെ എനിക്ക് തോന്നുന്നത് 5-ാമത്തെ 6-ാമത്തെ ദിവസം ഒറ്റയടിക്ക് ഈ സംഭവം എന്ത് ചെയ്തു, ഒരു 200 നേണ്ട് നേരെ എനിക്കറിയത്തില്ല 500-ലേക്ക് ഇതെത്തി. 500 എത്തിയപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും നമ്മൾ 1000-ലേക്ക് വെച്ചു. 500-ൽ നിന്ന് എനിക്ക് 1000 ബുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു, ഒരു ടെൻഷനില്ല. കാര്യം എന്തുവായിരുന്നു, കാര്യം ഈ 100-ൽ നിന്നും 500-ലേക്ക് ബുക്ക് ചെയ്യാൻ മനസ്സ് ഭയങ്കര അബ്രഹാം ചിരിച്ചതുപോലെ എൻ്റെ മനസ്സിൽ വന്നു. ഭയങ്കര വിശ്വാസമൊക്കെ പറയുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു ഫൈറ്റ്, അതാ പറയുന്നത്, മനസ്സാണ് ഈ ഫൈറ്റ് ഉണ്ടാക്കുന്നത്. അവിടെ നമ്മൾ ഈ ശരീരം, നമ്മൾ പറയും ശരീരം ഭയങ്കര ജഡമാണ്, അവിശ്വാസിയാണ്, പാപം ചിന്തിക്കുന്നുണ്ട്, വ്യഭിചാര ചിന്തയുണ്ട്, പാപചിന്തയുണ്ട്, ലോകമുണ്ട്, മോഹം. നമ്മളെപ്പോഴും ഈ പുള്ളിയെ പുച്ഛിക്കുക. പക്ഷെ ഇവൻ ഭയങ്കര ശക്തനായ ഒരു മനുഷ്യൻ, നമ്മുടെ ജഡം. നമ്മൾ ഈ പുള്ളീനെ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തില്ല. എൻ്റെ ബ്രദറെ എനിക്കറിയത്തില്ല, എൻ്റെ ശരീരവും മനസ്സും ഒക്കെ ഇങ്ങനെ ഭയങ്കര എന്നെ ഉപദ്രവിക്കുക. പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ മനുഷ്യന്മാരാണ്, നമ്മുടെ മനസ്സും ശരീരവുമാണ്. കാരണം നമ്മൾ തളരുമ്പോൾ വിശ്വാസത്താൽ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകളുണ്ടല്ലോ, നമ്മളെ ഭയങ്കരമായിട്ട് കർത്താവിൽ വളർത്തും. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്,
ആ 100-ൽ നിന്ന് 300-ലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ കുറേ ആലോചിച്ചു, ബുക്ക് ചെയ്യണോ വലിയൊരു തുക അതിനോട് പോകും. ഞാൻ തുക എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ എപ്പോഴും തന്നെ ഈ തുക പറയുന്നത്. അപ്പോൾ ആ വലിയൊരു എമൗണ്ട് ട്രാൻസ്ഫർ ആകുമ്പോൾ എൻ്റെ മനസ്സിൽ അത് വലിയൊരു ഇതായിട്ട് മാറും. പക്ഷേ ആ കർത്താവിൻ്റെ കൃപയാൽ വിശ്വാസത്താൽ രണ്ടും കൽപ്പിച്ചൊരു സ്റ്റെപ്പ് എടുത്തു വെക്കുവാൻ മനസ്സിൻ്റെ അകത്തൊരു ചിന്തയുണ്ടായി. ഒന്നും നോക്കിയില്ല, സ്റ്റെപ്പ് എടുത്ത് വെച്ചു. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മളത് പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ 3-4 മാസം ഇന്നേ വരെ ഒരു മുടക്കവും വന്നിട്ടില്ല. ഇനിയും 10 മാസത്തേക്കുള്ളത് കർത്താവിൻ്റെ കൃപയാൽ അത്ഭുതകരമായി തന്നെ ദൈവം നടത്തുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് നമ്മളിൽ വിശ്വാസം, മരിച്ച വിശ്വാസി ജീവൻ വെക്കുന്നത്. നിങ്ങൾ എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് പോകുന്നത് നല്ലതാണ്. പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നിങ്ങൾ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഡെഡ് ബോഡിയാണ്, വിശ്വാസിയുടെ ഡെഡ് ബോഡിയാണ്. നിങ്ങളെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഡെഡ് ബോഡിക്കകത്തൊന്നും പുറത്ത് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഞാനിനി എറണാകുളം മീറ്റിങ്ങിന് നമ്മൾ ഓപ്പൺ ചെയ്തു, എല്ലാ ഗ്രൂപ്പും ഓപ്പൺ ചെയ്തു. ഒരു വിവരം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വിശ്വാസത്തിൻ്റെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണേ. നിങ്ങൾക്ക് ഇനി നിങ്ങൾ എറണാകുളം മീറ്റിംഗ് ആയിക്കോട്ടെ, കൊല്ലം മീറ്റിംഗ് ആയിക്കോട്ടെ, കോട്ടയം മീറ്റിംഗ് ആയിക്കോട്ടെ, ഈ 2 നമ്പറിലേക്ക് നിങ്ങൾ എത്ര പേര് വരുന്നു എന്നുള്ളതുള്ള എണ്ണം നിങ്ങൾ അങ്ങോട്ട് അയച്ചാൽ മതി. നമ്മുടെ ഗ്രൂപ്പെല്ലാം ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കാര്യം ആവശ്യമില്ലാത്ത ചില മെസ്സേജുകൾ ചിലരിങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് എല്ലാം ലോക്ക് ചെയ്യുവാണ്. ഇനി നിങ്ങൾ ആളുകളുടെ എണ്ണം എത്ര ഉണ്ടെന്നുള്ളത് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. ഈ 2 നമ്പറിലേക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ നടക്കാൻ പോകുന്ന മീറ്റിംഗ്, ഞാൻ എന്തുകൊണ്ടാണ് ഈ മീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് എത്ര പേര് വരും ഞാൻ അവിശ്വാസം കൊണ്ട് ചോദിക്കുന്നതല്ല, നമുക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്റ്, ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറം കർത്താവ് അയക്കും. അപ്പം നിങ്ങൾ ഒരു മനുഷ്യൻ പോലും വന്നിട്ട് വഴി നിൽക്കരുത്, ഒരു വ്യക്തി പോലും വന്നിട്ട് പുറത്ത് നിൽക്കരുതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് മൊത്തം ലോക്ക് ചെയ്തിട്ട് വിശ്വാസത്താൽ ഹോളുകളൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ ഹോളായിക്കോട്ടെ, ഓഡിറ്റോറിയം ആയിക്കോട്ടെ, എല്ലാം ബുക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇത് നമ്മൾ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്ത് എന്തെങ്കിലും വിശ്വാസത്താൽ പ്രവർത്തിക്കണം. ഞാൻ പണ്ടൊക്കെ ഇതുണ്ട്, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ നോട്ടീസ് കൊടുത്തുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻസർ വാർഡിൽ പോകുമായിരുന്നു. അവിടെയുള്ള മിക്ക സ്ഥലങ്ങളിലും ഞാൻ എനിക്ക് വന്ന മിക്ക ഹോസ്പിറ്റലിലേക്ക് കയറി ചിലരിതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, ചിലരൊക്കെ ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എൻ്റെ അകത്ത് ഞാൻ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ വിശ്വാസം എനിക്ക് വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, നോട്ടീസ് എടുത്തുകൊണ്ട് വീടുകളിലേക്കൊക്കെ പോകുമായിരുന്നു. ഞാൻ ഒട്ടുമുക്കാലും വീടുകളിലേക്ക് പോകുമായിരുന്നു. ട്രാക്ട് എടുത്തുകൊണ്ട് പോയിട്ട് എല്ലാ വീട്ടിലും ചുമ്മാ നോട്ടീസ് കൊടുക്കത്തില്ല. ഞാനവരോട് ചോദിക്കും, സഹോദര നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ആവശ്യമുണ്ട്? ചിലർ പറയും ഇവിടെ ഒരു പ്രാർത്ഥന ആവശ്യമില്ല, പൊക്കോളാൻ പറയും. ഞാൻ അങ്ങോട്ട് കയറി ചോദിക്കും, എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനയുടെ ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കും. എനിക്കൊരു നാണക്കേടുമില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ചിന്തിക്കും, ബ്രദർ വലിയ സൂമിലൊക്കെ കയറുന്നുണ്ട് 500 പേർ. എനിക്കിഷ്ടം അന്നും അതെനിക്ക് ഭയങ്കര, എന്നെ വിശ്വാസത്തിൽ വളർത്തിയത് ചില ആക്ഷനുകളാണ്. ഞങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ പത്തനംതിട്ടയിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനും ഉണ്ട്, സഹോദരനും കൂടെ ഉണ്ട്. ഞാനും കൂടെ പോയിട്ട് ഒരു സ്ഥലത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നോട്ടീസ് എല്ലാം കൊടുത്ത് തളർന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സഹോദരൻ പറഞ്ഞു, നമുക്ക് താഴെ ഇവിടെ പോയാലെന്ന് വെച്ചു. ഞാൻ അപ്പോഴേക്കും തളർന്നു, വല്ലാണ്ട് ഞാൻ തളർന്നു, നടന്ന് ഞങ്ങൾ മടുത്തു. ഇപ്പം ഞാൻ പറഞ്ഞു, വേണ്ട സഹോദര നമുക്ക് പോകണ്ട എന്ന് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോയ സമയത്ത് ഒരു അമ്മച്ചി അവിടെ നിൽക്കുവേ. അപ്പോൾ എങ്ങോട്ട് പോവാം? അമ്മച്ചി പറഞ്ഞു, മക്കളെ അങ്ങോട്ട് വഴിയൊന്നുമില്ല, സൂക്ഷിക്കണം, അവിടെ ഇച്ചിരി ഇടിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു, അമ്മച്ചി ഞങ്ങളൊന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. കാരണം നമ്മുടെ മനസ്സിൽ മൊത്തം എനിക്ക് കർത്താവ് പ്രവർത്തിക്കുന്നതിൻ്റെ വിശ്വാസമുണ്ട്, എനിക്ക് എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം. ചുമ്മാ നമ്മൾ അവിടെ ഇവിടെ ഓടി നടന്നുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മേലുള്ള ദൈവ പ്രവൃത്തികൾ പുറത്തു വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞു, കർത്താവിന് കരയാം മനസ്സില്ല കർത്താവ്. എല്ലാവരും വിഷയം വരുമ്പോൾ കരയുക. ഞാൻ നോക്കിയപ്പോൾ വിശ്വാസിയും കരയുക. എന്നാ വ്യത്യാസം ഇരിക്കുന്നു? ദൈവവിശ്വാസി മനുഷ്യൻ ഇതിൽ നമ്മൾ പുറത്തു വരണം. അബ്രഹാം പിതാവ് പുറത്തു വന്നു, താൻ വിശ്വാസത്താൽ താൻ പരിച്ഛേദന ഏറ്റു. അങ്ങനെ പറയുന്നത്, താൻ പരിച്ഛേദന ഏൽപ്പിച്ചു തൻ്റെ കുടുംബക്കാരെ മൊത്തം. അതിൻ്റെ അർത്ഥം താൻ ഒളിച്ചും പാത്തും പോയിട്ട് പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. താൻ തൻ്റെ ഇസ്മായിലിനെയും ബാല്യക്കാരെയും എല്ലാം വിളിച്ചു, ദൈവം എന്നോട് പറഞ്ഞു, ഗസറ്റിൽ പരസ്യം കൊടുക്കുവാണ്, ഞാൻ ഇന്നു മുതൽ ഞാൻ ബഹുജാതിക്ക് പിതാവാണ്. അബ്രഹാമിൻ്റെ വീട്ടിൽ വേലക്കാരൻ ചിരിച്ചു കാണും, പിന്നെ ഇവിടെ ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത ഈ പുള്ളി ഇനി ഇപ്പം ബഹുജാതിക്ക് പിതാവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ചിലപ്പോൾ ചിരിച്ചു കാണും. ആ വേലക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ചിലപ്പോൾ കളിയാക്കി കാണും. അവരെ പിടിച്ചു നിർത്തിയിട്ട് അബ്രഹാം എന്ത് ചെയ്തു, നിന്നെ ഞാൻ പരിച്ഛേദന ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ്. കണ്ട, പബ്ലിക്കായിട്ട് അബ്രഹാം പറഞ്ഞു. അപ്പോൾ പുള്ളി പറയുവാണ്, ഈ അബ്രഹാമെ നിനക്ക് കൊച്ചുണ്ടാകത്തുള്ളെന്നുള്ള കാര്യം ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. നീ പരിച്ഛേദന ഏറ്റാൽ അവരെല്ലാവരും നിന്നെ കളിയാക്കും. കാര്യം എന്താണെന്നറിയാവോ? നീ പരിച്ഛേദന ഏറ്റാൽ ഇന്ന് മുതൽ നീ അല്ല അബ്രഹാമാണ്.
നാളെ മുതൽ അവർ ചോദിക്കും, വിശേഷമായോ 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 എന്നവർ ചോദിക്കും. അബ്രഹാം പറഞ്ഞു, ഞാനതിനെ മൈൻഡ് ചെയ്യുന്നില്ല സഹോദര, എനിക്ക് വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്തേ പറ്റത്തുള്ളൂ. എൻ്റെ മനസ്സ് പറയുന്നു ഒന്നും നടക്കാൻ പോകുന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ ശരീരത്തിലും നിന്റെ ശരീരത്തിലും ഞാൻ പരിച്ഛേദന ചെയ്യുമ്പോൾ എൻ്റെ ബുദ്ധിയോട് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ നിർജീവമായി പോയ ശരീരത്തെയും സാറയുടെ ഗർഭപാത്രത്തെയും അവൻ തുറക്കുമെന്ന് ഞാൻ ഇനി എൻ്റെ പരിച്ഛേദനയിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. കണ്ടോ, ഇത് ചെയ്ത ഉടനെ പിറ്റേ ദിവസം മുതൽ അയൽവക്കത്തെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ചോറ് വെക്കാൻ വരുന്നവൻ വരെ ചോദിക്കും, വിശേഷമായോ? കാര്യം അവനെ പരിച്ഛേദന ഏൽപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ. ആന്റി ആണെങ്കിൽ അബ്രഹാം അപ്പച്ചാന്നാണ് വിളിക്കുന്നത്. ഈ വിളി കേൾക്കുമ്പോഴെല്ലാം ആൾക്കാർക്ക് ചിരിയാ. ഏതാ ബേഹു ജാതിക്ക് പിതാവേന്നാ വിളിക്കുന്നത്, രാജാക്കന്മാരുടെ പിതാവേന്നാ വിളിക്കുന്നത്, പ്രഭുക്കന്മാരുടെ പിതാവേന്നാ വിളിക്കുന്നത്. കൊണ്ട് വിശ്വാസത്താൽ വിളിച്ചു പറയണം, നാട്ടുകാർ കേൾക്കെ വിളിച്ചു പറയണം. അപ്പം ഞാൻ ആ വീട്ടിൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ പ്രാർത്ഥിച്ച കർത്താവെ കൃപാവരങ്ങൾ അങ്ങ് ഉപയോഗിക്കണം. ഞങ്ങളെ വീട്ടിൽ കയറി പ്രാർത്ഥിച്ച കർത്താവ് അപ്പം അമ്മച്ചിയാൻ്റെ ഒക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പോകുന്ന നേരത്ത് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക്, ഞാൻ പറഞ്ഞു, നമ്മൾ വിശ്വാസത്താൽ റിലീസ് ചെയ്യണം. പ്രവചനമൊക്കെ ബ്രദറെ, എനിക്ക് അന്യഭാഷ വായിൽ വരുന്നുണ്ട് ബ്രദറെ, എൻ്റെ ഹൃദയത്തിൽ ഉണ്ട് ബ്രദറെ, എനിക്ക് പറയാൻ പറ്റുന്നില്ല ബ്രദറെ, പറഞ്ഞാൽ തെറ്റാണോ എന്നൊരു പേടി, ഇനി ഞാൻ പറയുന്ന അന്യഭാഷ ശരിയാണോ എന്നൊരു സംശയം. വിശ്വാസത്തിൽ അത് റിലീസ് ചെയ്യാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അന്യഭാഷ പറഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ബ്രദറെ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എങ്ങനെ അറിയാം? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങളെ പരിശോധിച്ചുകൊണ്ടിരുന്നാൽ മതി. ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. പക്ഷേ മനസ്സിലുണ്ട് ബ്രദറെ, വാഗോണ്ട് പറയാൻ പറ്റുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല ബ്രദറെ, വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ബ്രദറെ, അത് ശരിയാണോ തെറ്റാണെന്നൊരു സംശയം. ഞാൻ ചോദിച്ചത് ഇത് ശരിയാണെന്ന് തന്നെ ഉറപ്പ്. നിങ്ങളുടെ വായി വന്നേക്കുന്ന അന്യഭാഷ ശരിയാണെന്ന് തന്നെ ഉറപ്പ്. നമ്മൾ പറയത്തെ അന്യഭാഷ എന്നൊക്കെ ഞാനത് പബ്ലിക്കായിട്ട് പറയുന്നില്ല, അത് കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അത് ശരിയാണോ അല്ലെങ്കിൽ തന്നെ അർത്ഥം അറിയണ്ടേ? അതൊന്ന് പറഞ്ഞു നോക്ക്. അത് വായി നിന്ന് ഇപ്പം ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷ ഉള്ള ഇന്ന് റിലീസാവുക, പുതിയ അഭിഷേകത്താൽ നാവിലൂടെ വരാൻ വേണ്ടി പോവുക. അതൊന്ന് പറഞ്ഞേ, പേടിക്കരുത്, നിങ്ങൾ പുറത്തേക്ക് റിലീസ് ചെയ്യും. എന്നിട്ട് എല്ലാ ദിവസവും അത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം വരുമ്പോൾ അറിയാം ഇത് വന്നത് ഒറിജിനല്ല. ആമേൻ. ഞങ്ങളെ വീട്ടിൽ കയറി പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ വിശ്വസിച്ചു, കർത്താവ് ഈ വീടിനോട് വേണ്ടി ദൈവം എന്നോട് സംസാരിക്കും. ഞങ്ങൾ ആ വീട്ടിൽ സംസാരിച്ചിറങ്ങിയ സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരിക. ഞാൻ ചോദിച്ചു, എനിക്കന്ന പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, അനീഷോ രാജേഷോ ഇതിലേതൊരു പേരാണ് ദൈവാത്മ വെളിപ്പെടുത്തിയത്. 8 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്. എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഉടനെ ഈ അമ്മച്ചി പെട്ടെന്ന് നിൽക്കുക. ആ പേര് ഞാനിങ്ങനെ പറയുക കേട്ടോ, എൻ്റെ മനസ്സിൽ വന്ന പേര് ഇപ്പോഴും ഓർമ്മയിൽ നിർത്തി ഞാൻ പറയുക. എന്നോട് ചോദിച്ചു, അനീഷിനെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ആരാ അനീഷിനെ? നിങ്ങളെല്ലാം പറഞ്ഞത് അനീഷിനെ ദൈവം തൊടുവാന്ന്. അനീഷിനെ ഞാൻ അറിയാം. ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ അനീഷ് ആരാ? അവനാ എൻ്റെ മോൻ, അവൻ്റെ പ്രശ്നമാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നു പറഞ്ഞു. കണ്ടോ? അപ്പോൾ വിശ്വാസത്തിൻ്റെ ആ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ടല്ലേ ആ കൃപാവരം ഉപയോഗിക്കാൻ പറ്റിയത്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സൂം ഇരുന്നുകൊണ്ട് ഇത് നിങ്ങളിലേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടല്ലേ എനിക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടുകൊണ്ട് അയ്യോ ബ്രദർ ഭയങ്കര ഒരു ബ്രദറാണെന്നൊക്കെ എൻ്റെ കാഴ്ചയിൽ കണ്ടിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പലപ്പോഴും വിശ്വാസിയാകാൻ ശ്രമിക്കണം. അയാളെ കാണുമ്പോൾ അറിയാം വിശ്വാസിയാണെന്ന്. പിന്നെ പത്രത്തെ വാർത്ത വന്നപ്പോഴാണ് മനസ്സിലായത്, അയ്യോ പുള്ളി വിശ്വാസിയൊന്നും അല്ലായിരുന്നു. ഈ കാഴ്ചയിലുള്ള ചേഷ്ടകളൊക്കെ നിർത്തണം എന്നും പറഞ്ഞ് മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. മാന്യമായ വസ്ത്രം ധരിക്കണം. പക്ഷേ ഒരു വേഷഭൂഷാദി കണ്ട് വിശ്വാസി കളിച്ച് നടക്കരുത്. അത് അപകടമാണ്. നിങ്ങളുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കണം. നിങ്ങളുടെ ആത്മാവിൻ്റെ ഫലം കണ്ടും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കണ്ടും നാട്ടുകാർ പറഞ്ഞു, ഈ ഇവനൊരു വിശ്വാസിയാണ്. അബ്രഹാം പരിച്ഛേദന ഏൽപ്പിച്ചപ്പം എല്ലാവർക്കും മനസ്സിലായി ഈ പുള്ളി ഈ പറയുന്നത് എന്ത് പറഞ്ഞത്, ഇത്ര നാളും ചിരിച്ചു നടന്ന മനുഷ്യനാണ്. പക്ഷെ അബ്രഹാമിന് ടെൻഷൻ കൂടി. ഇനിയിപ്പോൾ വാട്ടൊന്നും കണ്ടേ പറ്റത്തുള്ളൂ, ഇനി അബ്രഹാം പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. അബ്രഹാം മനസ്സിലായി പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാൽ ഇന്നലെ വരെ കളിച്ചിരിച്ച് നടക്കായിരുന്നു. അത് ദൈവം തന്നേക്കും. പക്ഷേ ഇപ്പോൾ പുള്ളി എന്ത് ചെയ്തു? വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്തു വെച്ചു. ഇങ്ങനെ ഇറങ്ങിയ മനുഷ്യനെയാണ് പരീക്ഷിക്കാൻ വേണ്ടി ദൈവം ചോദിക്കുന്നത്, നിന്റെ മകനെ താന്നാണ്. അബ്രഹാം മനസ്സിലായി, തമ്പുരാനെ ഇത് പരീക്ഷയാണെന്ന് എനിക്കറിയാം. കാരണം എന്നാണെന്നറിയാവോ? എനിക്കൊരു കാര്യം അറിയാം, ഇവൻ ഉണ്ടേലേ ഉള്ളൂ സകല രാജാക്കന്മാരും പുറത്തു വരത്തുള്ളൂ. ഇന്നലെ വരെ നക്ഷത്രം എണ്ണിക്കൊണ്ടിരുന്ന എന്നെ പിടിച്ച് ഇന്ന് തലമുറകളുടെ പിതാവാക്കിയ ദൈവമേ, അങ്ങ് വാക്കു മാറുന്നവനല്ല. ഇന്നലെ വരെ എല്ലാ ദിവസവും സാറാമച്ചി അബ്രഹാമൻ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് 1, 2, 3 ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക. കടൽ തീരത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും കടലിൽ നിന്നുമ്പോൾ അബ്രഹാം മണൽത്തരി എണ്ണിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന മനുഷ്യനെ കൊണ്ട് തലമുറ കൊടുത്തൊരു ദൈവമാണ് ദൈവം. ഈ ദൈവം പരീക്ഷിച്ചാൽ അതിനകത്തൊരു പോക്കുവഴിയുണ്ട് കേട്ടോ.
ഉറപ്പിച്ച് ഞാൻ പറയുന്നു. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കത്തില്ലെന്നേ, അവൻ അത്ഭുത മന്ത്രിയാണ്. നിങ്ങളെ കാറിടിപ്പിച്ച് തകർത്ത് കളഞ്ഞിട്ട് അതിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് പിശാചിന്റെ തന്ത്രമാണെങ്കിൽ നിങ്ങളുടെ ദൈവം സകല അനർത്ഥത്തിൽ നിന്ന് നിങ്ങളെ വിടിവിക്കുന്ന ദൈവമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവൻ അത്ഭുത മന്ത്രിയാണ്. നമ്മൾ പലപ്പോഴും പഠിച്ചു വന്നേക്കുന്നതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഇതിൻ്റെ അകത്ത് എപ്പോഴും നമ്മളെ ബാധിക്കും. പലപ്പോഴും നമ്മുടെ പഠനങ്ങൾ നമ്മളെ എന്ത് ചെയ്യും? ബാധിക്കും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിച്ച എപ്പോഴാണെന്നറിയാവോ? ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ബ്രദർ ഇങ്ങനെ വിശ്വാസം ഇരുന്നു കഴിഞ്ഞാൽ ശവമായി പോകത്തേ ഉള്ളൂ. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഈ പേടിയില്ലെങ്കിൽ പറ, ഇരുന്നാൽ ശവമാകത്തുള്ളൂ എന്ന് പറ. വെറുതെ ഇരുന്നാൽ ശവമായി പോകുന്ന പറ. ബ്രദറെ എൻ്റെ രോഗം ഒന്നും മാറാതെ കൈ അങ്ങ് എടുത്ത് വെക്കുന്നേ. ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഇനി അതും പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്ന സമയം മുന്നോട്ട് പോകുന്നതിൽ കുഴപ്പമുണ്ട്. ഒരു 10 മിനിറ്റും കൂടെ. നാളെ ജോലിക്ക് പോകേണ്ടവരൊക്കെ ഉണ്ട്, ഉറങ്ങാൻ പോകേണ്ടവരുണ്ടൊക്കെ എനിക്കറിയാം. ജോലി എന്തായാലും ഞാൻ പറയുവാണ്, നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പം ഞാൻ അടുത്തൊരു വിഷയമാണ്, നാളത്തെ ഒരു വിഷയമാണെങ്കിൽ ഇന്ന് തുടക്കം വിട്ട് ഞാൻ വെക്കുവാണ്. ശ്രദ്ധിച്ചോണം. നിങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ യേശുവിനെ, വചനത്തെ മാത്രമേ നോക്കാവുള്ളൂ. നമുക്ക് പറ്റിപ്പോയ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പിതാക്കന്മാരുടെ പുറകെ ഓടുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരാൾ മുട്ടരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം ഉണ്ടായെങ്കിൽ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പോകരുത്. ഒരാൾ പാറയിൽ കയറി എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം ഉണ്ടായെങ്കിൽ അയാൾ പാറയിൽ കയറി നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകരുത്. ഒരാളുടെ അത്ഭുതത്തിലോ ഒരാളുടെ അനുഭവത്തിലോ നിങ്ങൾ നോക്കരുത്. അയാളുടെ വീഴ്ചയെ ചിലപ്പോൾ നമ്മൾ നോക്കേണ്ടി വരും. ബൈബിൾ എപ്പോഴും പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ദൈവം വചനത്തിൽ നോക്കുക. ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്ന് യോശുവയോട് പറഞ്ഞൊരു വാക്കുണ്ട്. നീ എന്ത് ചെയ്തു? വചനം വിട്ട് ഇടത്തോട്ടും പോകരുത്, വലത്തോട്ടും പോകരുത്. നിന്റെ ശ്രദ്ധ തിരിക്കുന്ന പല ഘടകങ്ങൾ വരും. ഇപ്പം ഞാൻ നിങ്ങൾ പറയാം, ഇപ്പം യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ബൈബിൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ ശരീരത്തെ അടിച്ചു മുറിച്ച് തകർത്തു എന്നതിൻ്റെ അർത്ഥം. ഇത് സത്യമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രോഗം മാറുമെന്ന് എന്നാ ഉറപ്പ്? എന്നാ ഉറപ്പ്? ഞാൻ വീണ്ടും ചോദിക്കുക, നിങ്ങളുടെ രോഗം മാറുമെന്ന് എന്നാ ഉറപ്പ്? നിങ്ങളെ രോഗം മാറും. വീണ്ടും ഞാൻ ചോദിക്കുക, നിങ്ങളെ രോഗം മാറുമെന്ന് തെളിവെന്തുവാ? വചനം പറയുന്നതേ വിശ്വസിക്കത്തുള്ളൂ. എന്റെ ഉത്തരം ചിലര് പറയുന്നുണ്ട്, എന്റെ രോഗം മാറും എന്നതിന്റെ തെളിവ് യേശു മുറിവേറ്റു എന്നതാണ്. അപ്പൊ ബ്രദറെ, അവര് പ്രാർത്ഥിച്ചിട്ട് അവരുടെ രോഗം മാറിയില്ലല്ലോ. നിങ്ങളുടെ വിഷയം അവരല്ല, യേശുവാ. ഹല്ലേലൂയ. ബ്രദറെ, അങ്ങനെയല്ല ബ്രദറെ. അവരിതുപോലെ മരിക്കുന്നോടം വരെ പ്രാർത്ഥിച്ചു ബ്രദറെ, അത് അവരുടെ രോഗം മാറിയില്ല ബ്രദറെ. നിങ്ങളുടെ വിഷയം അവരല്ല, യേശുവിൻ്റെ മുറിവാ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്ന അതേ ആന്റിബയോട്ടിക് തന്നെയല്ലേ നിങ്ങളുടെ അയൽപക്കത്തിലെ രോഗിക്കും കൊടുത്തത്? ആണോ അല്ലയോ? ആണോ? പറ, അതെന്ന് പറ. അതെ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടോ, ഡോക്ടറെ ഞങ്ങളുടെ അയൽപക്കത്തെ ചേർത്തി കഴിച്ചിട്ട് ഇതേ ആന്റിബയോട്ടിക് കഴിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല, അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് ആരെങ്കിലും ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടോ? എന്നാ പറയാത്തത്? എന്താ പറയാത്തത്? കാരണോടെ പറ. മരുന്ന് കഴിച്ചാൽ അസുഖം മാറും. നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചിലപ്പം അവർക്ക് മാറാത്ത നമ്മൾക്ക് മാറും. ഉത്തരവില്ല. അതിന്റെ അർത്ഥം ഉത്തരവില്ല. നമുക്ക് അതേ മരുന്ന് തന്നെ അയൽവക്കത്തെ ആള് മരിച്ചിട്ട് മാറിയില്ല, അതേ മരുന്നിന് ഡോക്ടർ എഴുതി തന്നാൽ കണ്ണും പൂട്ടി നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ആ മരുന്ന് കഴിക്കും. അതിന്റെ കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ നോക്കിയത് ആ വ്യക്തിയല്ല, ഡോക്ടറെയാ. നമ്മൾ നോക്കിയത് എഴുതി തന്ന ആളെയാ. അല്ലാതെ ആ വ്യക്തി കഴിച്ചു, ആ വ്യക്തിക്ക് എന്ത് മാറ്റം ഉണ്ടായി, അത് നോക്കിയല്ല നമ്മൾ കഴിക്കാൻ നിൽക്കുന്നത്. ഡോക്ടർ തന്നതിനെയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇനി എന്നെ പോലും നിങ്ങൾ നോക്കരുത്.
നിങ്ങൾ നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി യേശു പറയുന്നു, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് കൈവച്ച് ബ്രദറെ അത് മാറിയില്ല ബ്രദറെ, രണ്ട് കൈവച്ച് മാറിയില്ല ബ്രദറെ. ഓർക്കണം, യേശു വിളിച്ചു പറഞ്ഞു, യേശു എൻ്റെ ഈ രോഗം മാറാൻ വേണ്ടിയാണ് റോമൻ ഗവൺമെന്റിന്റെ മുമ്പിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നു, അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ യേശു മൗനമായിരുന്നു. അടി കൊള്ളുമ്പോൾ നിർത്തടാ, ഞാൻ രാജാവാണ്, നീ എന്നെ തല്ലാറായെന്ന് വെച്ചാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ കോടിക്കണക്കിന് ദൂതന്മാർ ഇറങ്ങി വന്ന് തല്ലിയവന്റെ ഒരു പൊടി പോലും കാണാത്ത രീതിയിൽ. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ തകർത്ത് കളഞ്ഞു. ദൂത സംഘം ഇറങ്ങി വരും, കെരൂബുകൾ ഇറങ്ങി വരും, സറാഫുകൾ ഇറങ്ങി വരും, സൈന്യങ്ങൾ ഇറങ്ങി വരും, ദൂതന്മാരുടെ കൂട്ടം തന്നെ ഇറങ്ങി വരും. യേശു ഒന്ന് വിരലിഞ്ഞൊടിച്ചാൽ മതി. കർത്താവ് മൗനമായിരുന്നത്. ഇന്ന് ഈ ഭൂമിയിൽ യേശുവിന്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യമുണ്ടെന്നൊരു വ്യക്തി ഒറ്റയ്ക്കിരുന്നു കൊണ്ട്, കർത്താവെ ഞാൻ അങ്ങയുടെ നാമത്തിൽ ഒരു പോഷനെ പോലെ കൈയെടുത്ത് വെക്കുവാണപ്പാ, ഒരു പോഷനെ പോലെ ഞാൻ വിളിച്ചു പറയുവാണപ്പാ എന്ന് പറയുമ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിക്കാൻ വേണ്ടി യേശു നിന്നടികൊണ്ടു. വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ യേശു നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും. അറിയാവോ, എനിക്ക് കർത്താവ് എൻ്റെ രോഗം മാറണേ 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 എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞു വിശ്വാസം ഇല്ലാത്തവനാ മാറണേ എന്ന് പറയുന്നത്. എന്നെ രക്ഷിക്കണം 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 എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്തവനാ പറയുന്നത്. വിശ്വാസം ഉള്ളവൻ പറയും എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചിരിക്കും, ഇവൻ എൻ്റെ ദൈവമാണ്. സോറി, ആ വാക്ക് പറഞ്ഞതിന് ക്ഷമിക്കണം, ഇതെൻ്റെ ദൈവമാണ്. ഓക്കെ, ആ വാക്യം ഒന്ന് സിസ്റ്റർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വാക്യം കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. റീതാ സൗകര്യമാണ് ആ വാക്യം ഒന്നുകൂടെ സിസ്റ്റർ ഒന്ന് പേസ്റ്റ് ചെയ്തേ. ഓക്കെ, യെശയ്യാ 37:36. എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ടു അശ്ശൂർ പാളയത്തിൽ 180,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളെ. യെശയ്യാ 37:36. യഹോവയുടെ ദൂതൻ പുറപ്പെട്ടു. അപ്പൊ ദൂതന്മാർ ഇറങ്ങിയ സകലത്തെ നശിപ്പിക്കാൻ പറ്റും. പക്ഷെ യേശു എന്തുകൊണ്ടാണ് മൗനമായിരുന്നു അറിയാവോ? ഒരു പോഷനെ പോലെ ജനം കാണെ കൈയെടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാവരും കളിയാക്കുമ്പോൾ, അബ്രഹാം പരിച്ഛേദന ഏൽപ്പിച്ച് സകല കുടുംബത്തിൽ എല്ലാവരെയും വിളിച്ച് നാട്ടുകാരെ അവിടെ എല്ലാം കാണുക. അവൻ പരിച്ഛേദന ഏൽപ്പിച്ചപ്പോൾ, നാളെ മുതൽ അബ്രഹാമേ നീ ഫേസ് ചെയ്യാൻ പോകുന്ന ചോദ്യം എന്നാന്നറിയാവോ? എവിടെ ദൈവം പറഞ്ഞ കുഞ്ഞു? നീ വലിയ സൂപ്പർ സ്റ്റാറിനെ പോലെ ഇറങ്ങിത്തിരിഞ്ഞ് പരിച്ഛേദന ഏൽപ്പിച്ചല്ലോ. ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വീടിന്റെ അടച്ച മുറിയുന്നോണ്ട് കുഞ്ഞിനെ തന്നല്ലോ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ആരും അറിയത്തില്ലായിരുന്നു. പുറത്തിറങ്ങി വന്നിട്ട് കിട്ടുവാനെ കിട്ടണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ മൈൻഡില്ല. പക്ഷെ പുള്ളി വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്തു വെച്ചു. കൈയും കെട്ടി നിൽക്കുന്നവനെ കൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, നമ്മുടെ ഈ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സൂം ഒരു സാക്ഷ്യമാണ്. ഇന്ന് ഞാൻ വർഗീസ് ബദറുമായിട്ടും അജാസ്റ്റുമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എറണാകുളത്തായിക്കോട്ടെ, കൊല്ലത്തായിക്കോട്ടെ, കോട്ടയത്തായിക്കോട്ടെ, നമ്മൾ ആ മീറ്റിംഗ് ക്രമീകരിക്കുന്നത് എന്തേലും ഒന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞില്ല, ഒരു സംഭവം വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോവല്ല പ്രാർത്ഥന. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അവർ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിജയിപ്പിക്കാനുള്ള പരിപാടിയല്ല. ഞാൻ പറഞ്ഞു ആര് വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് സന്തോഷമാണ്. കാര്യം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു അത് ചെയ്യുവാൻ. അതിന് ദൈവം എനിക്ക് എല്ലാ ക്രമീകരണവും ചെയ്തു തന്നു. അവിടെ ആര് വന്നാലും വന്നില്ലെങ്കിലും വന്നവരെ തൊട്ട് ഞാൻ പറഞ്ഞു ദൈവം അയക്കാതെ ഒരുത്തനും വരത്തില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു നിർബന്ധമില്ല കേട്ടോ, ഒരു നിർബന്ധവുമില്ല. കാര്യം ഞാൻ കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഒരു മനുഷ്യനെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ അർത്ഥം അവരെ ഞാൻ അവഗണിച്ചു എന്നുള്ളതല്ല. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ആരെ നോക്കിയിട്ട് എൻ്റെ ദൈവമാണ് എനിക്ക് തരുന്നത്. കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കും. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ചിലർ പറഞ്ഞു രോഗികളെ ആംബുലൻസെ കൊണ്ട്, ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കൊണ്ടുപോവാ, കർത്താവ് സൗഖ്യമാക്കുന്നത്. എനിക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കൈവച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ മീറ്റിംഗ് വിജയിപ്പിക്കാന്നൊരു മൈൻഡ് എനിക്കില്ല. ഞാൻ പിന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു മനുഷ്യൻ പോലും അവിടെ എന്ത് ചെയ്ത് നിങ്ങൾക്ക് കയറാൻ പറ്റാതെ പോകും, ദൂരെ നിന്ന് യാത്ര ചെയ്ത് നിങ്ങൾ മിസ്സായി പോരുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ എപ്പോഴും ഓർത്തോണം, കർത്താവിൻ്റെ അബ്രഹാമിന് മനസ്സിലായി വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവനേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒളിച്ചിരിക്കുന്നവരെല്ലാം വീട്ടിൽ തന്നെ ഒളിച്ചിരുന്നു, ഒരു കുഴപ്പമില്ല. നിങ്ങളെക്കൊണ്ട് പ്രത്യേകിച്ച് ദൈവത്തിന് ഗുണമൊന്നുമില്ല, പിശാചിന് ഗുണമാണ് നിങ്ങളെക്കൊണ്ട്. ശവങ്ങളാണ് നമ്മളെല്ലാം, ശവങ്ങളാണ്, വിശ്വാസത്തിലെ ശവങ്ങളാണ്, ഡെഡ് ബോഡികളാണ്. എന്നാൽ ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യുന്നവനെ പിശാചിന് ഭയമാണ്. ഞാൻ പറഞ്ഞു, അതുവരെ അബ്രഹാം ചിരിച്ചു കളിച്ച് നടന്നു. കുഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇസ്മായിലിനെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം, അങ്ങനെ പറഞ്ഞിരുന്ന ആൾ. അപ്പൊ അത് കണ്ടപ്പോൾ ആൾക്കാർക്ക് സന്തോഷം വരുന്നു. അബ്രഹാമിന്റെ മോൻ ആരാണ്? ഇസ്മായേൽ. അബ്രഹാം അപ്പൊ തന്നെ പേര് എഴുതാൻ തുടങ്ങുക, അബ്രഹാം കെയർ ഓഫ് ഇസ്മായേൽ. ഇസ്മായിൽ എഴുതി എൻ്റെ പപ്പ അബ്രഹാം, ദൈവം പറഞ്ഞ സാക്ഷാത് സന്തതി ഞാനാണ്. അന്ന് മുതൽ മനസ്സിലായി അബ്രഹാം ഇത് ചിരിച്ചു കളഞ്ഞ് നടക്കുന്ന പരിപാടിയല്ല ഇനി ഇല്ല. എൻ്റെ മനസ്സ് പറയുന്നു നടക്കത്തില്ലെന്ന്, ചിന്ത പറയും നടക്കത്തില്ലെന്ന്. പക്ഷേ ഞാൻ വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. പരിച്ഛേദന ഏൽപ്പിച്ചു, എല്ലാവരും കാണുകെ ഏൽപ്പിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ അബ്രഹാമാണ്.
ഈ അബ്രഹാമിനെയാണ് യാക്കോബ് പറഞ്ഞത് പരീക്ഷിക്കാൻ വേണ്ടി വിളിച്ചു. പ്രവൃത്തിയാലല്ലോ അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. കണ്ടോ? അപ്പൊ ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവം ഇടയ്ക്ക് ഇങ്ങനെ പരീക്ഷിക്കും നമ്മളെ. അപ്പൊ അതോർത്ത് നിങ്ങൾ ഭാരപ്പെടരുത് കേട്ടോ. ചിലപ്പം ചില വിഷയങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അത് സൗഖ്യമായില്ല, അത് മാറ്റം വന്നില്ലെങ്കിൽ പിന്നെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ദൈവം ചിലപ്പോൾ പരീക്ഷിക്കും കേട്ടോ. ഇങ്ങനെ ചില പരിപാടിയൊക്കെ ദൈവത്തിനുണ്ട്, സൂക്ഷിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അപ്പൊ എന്താ തെളിവ്? ബൈബിൾ നോക്കണം. ബൈബിൾ തപ്പണം പോയി. ബൈബിളിൽ പ്രാർത്ഥിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു വാക്കില്ലെങ്കിൽ സഹോദര, അതിന്റെ അർത്ഥം നിനക്കത് കിട്ടുവന്ന. ചിലർ ചോദിക്കും, ബ്രദറെ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ ബൈബിൾ ഒന്ന് നോക്കട്ടെ. ഞാൻ ബൈബിൾ മൊത്തവും തപ്പി, ഒടുവിൽ എന്നാ ഉത്തരം കിട്ടി? എന്തായിരിക്കും ഉത്തരം? ഒന്ന് പറഞ്ഞ ഉത്തരം കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യം നടക്കും. വിശ്വസിച്ചു പോകാത്ത സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. കണ്ടോ? ഞാൻ നോക്കി. ചിലർ ചോദിക്കും, ബ്രദറെ പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചിട്ട് ബ്രദറെ ജയം കിട്ടില്ല, എന്ത് ചെയ്യും? ജയിക്കുന്നത് വരെ പരീക്ഷ എഴുതണം. പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം നടന്നില്ലെങ്കിലോ ബൈബിൾ പറയും നടന്നില്ലെങ്കിൽ എന്നൊരു ഓപ്ഷൻ ഇല്ലാത്തോളത്തോളം കാലം അതിൻ്റെ അർത്ഥം ദൈവം അങ്ങനെ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുവാണേ, ഇനി പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചു നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഇല്ലെങ്കിൽ പോകരുത്, അവിടെ നിൽക്കണം. അബ്രഹാമോട് തമ്പുരാൻ പറഞ്ഞു, അബ്രഹാമെ നിന്റെ കളിയും ചിരിയൊക്കെ കൈവച്ചാൽ മതി. ഞാൻ നിന്നെപ്പോലെ തമാശ പറയുന്നവനല്ല. നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മകനെ ഞാൻ തന്നിരിക്കും. അതിന് നീ എന്ത് ചെയ്യണം? വിശ്വാസാൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്ക്. കളിയും ചിരിയെ കൈവച്ചാൽ മതി. സാറാമ്മച്ചി ചോദിച്ചു, നീ ചിരിച്ചോ? ഉടനെ പറഞ്ഞു, ഞാൻ ചിരിച്ചൊന്നുമില്ല. നീ തിരിച്ചെങ്കിൽ ചിരിച്ചെന്ന് പറയണം. എന്നിട്ട് പറയണം, നീ നാളെ മുതൽ എന്ത് ചെയ്യണം? നിന്റെ പേരങ്ങ് മാറ്റി. സാറാമ്മച്ചിയുടെ പേര് നമുക്കറിയാം, സാറായി എന്നാക്കി. ആമേൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മൾ അതാ പറയാം, 200 പേര് നോട്ട് ബുക്ക് മേടിച്ച് അങ്ങ് എഴുതുന്നേ. ഓ ബ്രദറെ, എനിക്കതൊന്നുള്ള കപ്പാസിറ്റി ഇല്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിശ്വാസം, നിങ്ങൾ ഡെഡ് ബോഡികളാണ്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. ശ്രദ്ധിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണം. ഞാനൊരു കാര്യം പറയാം, നമുക്ക് വേറെ ആരെ ബോധിപ്പിക്കാനില്ലെന്ന്. അതാണ് ഏറ്റവും വലുത്. ദൈവത്തെ നമുക്ക് ബോധിപ്പിച്ചാൽ മതി. അബ്രഹാമിന് മനസ്സിലായി, കൽദാരുടെ പട്ടണമായി ഊരിൽ നിന്ന് പുറപ്പെട്ട ഞാൻ പിന്നെ ആരെ ബോധിപ്പിക്കാൻ? ഇനി അപ്പനും അമ്മേനെയും കുടുംബക്കാരെല്ലാം വിട്ട് യേശുവിലേക്ക് വന്നവരാ നിങ്ങൾ ആരെ പേടിക്കാനാ? നിങ്ങളെ കണ്ട് ദൈവം സന്തോഷിച്ചിരിക്കുക. പക്ഷെ നിങ്ങളിപ്പോൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസിയായിട്ടിരിക്കുക. അതുകൊണ്ടാണ് പല സഭകളിലും നമ്മളെല്ലാം ഇങ്ങനെ ജീർണിച്ചിരിക്കുന്നത്. എൻ്റെ തല ഉയർത്തിപ്പറ, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, എൻ്റെ ജീവിതം എൻ്റെ തെളിവ് ബൈബിൾ പറഞ്ഞു, നീ ഒരു അനുഗ്രഹമാണ്. എൻ്റെ അർത്ഥം എന്തോ? നീ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ അനുഗ്രഹം തന്നെയാണ്. അതെനിക്ക് കാണണമെന്ന് പറ. എൻ്റെ കൂടെ പറ, എനിക്ക് അനുഗ്രഹം കാണണമെന്ന് പറ. ആമേൻ. നാളെ നമ്മൾ 2 വിഷയങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പറ്റുന്നത്. നമ്മൾ നാളെ എന്താ പറയാൻ വന്നേ? ഞാനൊരു വിഷയത്തെ പറ്റി പറഞ്ഞല്ലോ. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുടെ 2ാമത്തെ ഘട്ടത്തെ പറ്റിയും നാളെ നമ്മൾ മിറക്കിൾ മണിയെ പറ്റിയുള്ള കാര്യം. ഇന്ന് ഞാനത് പറയാൻ പറഞ്ഞു, പക്ഷേ ഈ മെസ്സേജ് വന്നതുകൊണ്ട് നാളെ നമ്മൾ മിറക്കിൾ മണിയെ പറ്റിയും നമ്മൾ ശ്രദ്ധ എന്നെ ഓർപ്പിച്ചേക്കണേ. ശ്രദ്ധ മാറിപ്പോരുത്. നമ്മൾ യേശുവിനെ നോക്കാവുള്ളൂ. ബ്രദറെ, ഞാൻ ആ ദേവദാസിൻ്റെ അടുത്ത് പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ആ ബ്രദർ എന്നെ കണ്ട് ചിരിച്ചില്ല, ആ ബ്രദർ എന്നെ വലിയ മൈൻഡില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സംഭവിച്ചത് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അവരുടെ ഇവരെയും പുറകെ പോകാൻ ദൈവത്തിന് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെയും പോകും അവരുടെ പുറകെ. പോകരുത്. പ്രാർത്ഥിക്കാൻ പഠിക്കണം, വിശ്വസിക്കാൻ പഠിക്കണം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കർത്താവേ എന്നോട് മിണ്ടണം, അപ്പം എന്നെ തടസ്സം പറ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ എന്നെ ഒരു തടസ്സവും ഇല്ല. എല്ലാ തടസ്സവും യേശു ക്രൂശിൽ മാറ്റിയിരിക്കുന്നു. ഇനി ഒരു ദൈവപ്രവൃത്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതിരിക്കാൻ ഒരു തടസ്സവും. നിങ്ങൾക്കറിയാവോ യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തിൻ്റെ ശക്തി എന്നാണെന്നറിയാവോ? പഴയ നിയമത്തിൽ ഒരു യഹൂദൻ ഒരു മിസ്റ്റേക്ക് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ആ കടയിൽ കിട്ടുന്ന ഒരു ആടിനെ 10,000 രൂപ മേടിച്ചുകൊണ്ട് കൊടുത്ത് അതിനെ തലയെ കൈവച്ച് സകല പാപവും അവൻ്റെ ശരീരത്തെ അവൻ്റെ മുഴുവൻ മിസ്റ്റേക്കുകളും ആ തലയിലോട്ട് വെച്ച് ആടിനെ അറുത്താൽ അവൻ ഫ്രീ ആയി. ഒരാടിന് 1 വർഷത്തേക്ക് അവനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ തെറ്റിൽ നിന്ന് അവനെ അടുപ്പിക്കാൻ പറ്റിയെങ്കിൽ യേശുവിൻ്റെ ക്രൂശിലെ യാഗം എന്നേക്കും ദൈവവുമായിട്ട് നിങ്ങളെ അടുപ്പിക്കുവാൻ ശക്തിയുണ്ടറിയോ? ആ ക്രൂശിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. തകർന്നു പോകത്തില്ലെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. പഴയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും എഴുതി വെച്ചിട്ടില്ല നീ നശിക്കത്തില്ലെന്ന്. ചാൻസ് ഉണ്ട്, പലപ്പോഴും ചാൻസ് ഉണ്ട്. നിനക്ക് ശപിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്, നീ തകരാൻ ചാൻസ് ഉണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട് പഴയ നിയമത്തിൽ. പക്ഷെ പുതിയ നിയമത്തിൽ മൊത്തം ക്ലോസും ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ. കണ്ടോ? ചിലപ്പോൾ നശിച്ചേക്കും, ചിലപ്പോൾ പെട്ടേക്കും, ചിലപ്പോൾ പെടുവായിരിക്കും. ഈ പരിപാടിയല്ല, നശിച്ചു പോകത്തില്ല. നിങ്ങൾ പ്രതികരിക്കണം.
നിങ്ങൾ അവിടെ ഇവിടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് പോയിട്ട് രക്ഷപ്പെടുമെന്ന് ആരും ചിന്തിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ എറണാകുളം മീറ്റിംഗ് വരുന്നവരായിക്കോട്ടെ, കോട്ടയം മീറ്റിംഗ് വരുന്നവരായിക്കോട്ടെ, നിങ്ങൾ വരുന്നത് ഈ ഒരു വചനത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ വേണ്ടി വരാവുള്ളൂ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ സമയത്ത് ലെഫ്റ്റാക്കി ഇത്രയും കാത്തിരുന്നവർ ഇപ്പോൾ ഓടിപ്പോകരുത്. എന്തായാലും കാത്തിരുന്ന് 10 മിനിറ്റ് കൂടെ നിൽക്ക്. നമുക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കൃപാവരങ്ങൾ പുറത്തു വരുന്ന സമയമാണ് ഈ ലാസ്റ്റ് ടൈം. നമ്മൾ വചനം കേൾക്കാൻ വേണ്ടി സമയം കൊടുക്കുന്നത്. അതേപോലെ തന്നെ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടണം. ബ്രദറിന് മാത്രം കുത്തകാവകാശം ഉള്ളതല്ല. നിങ്ങൾ ഈ ദിവസങ്ങളിൽ എത്ര പേര് രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൃപാവരങ്ങൾ ഉപയോഗിക്കുവാൻ? അത് അടുത്ത ദിവസം വരെ നമ്മൾ അസൈൻമെൻറ്റ് ഞാൻ തരാൻ വേണ്ടി പോവാണ് ഓരോരുത്തർക്കും. എത്ര പേര് ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എത്ര പേരൊരു വ്യത്യാസം കണ്ടവരുണ്ട്? പ്രാർത്ഥിച്ചിട്ട് എത്ര പേര് വ്യത്യാസം? ഒരു മിനിറ്റ് എത്ര പേര് വ്യത്യാസം കണ്ടു? ഇതാ വേണ്ടത്. സ്വോത്രം. കണ്ടോ? അപ്പൊ ഇത്രയും നാള് നിങ്ങൾ എന്തുവായിരുന്നു? ബ്രദറിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ഇപ്പൊ നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം കണ്ടോ? ഇത്രയും നാൾ നിങ്ങൾ വിശ്വാസിയായിരുന്നിട്ട് ഇപ്പം ഞാൻ ചോട്ടെ, ഇത്രയും നാൾ വിശ്വാസിയായിരുന്നിട്ട് നമ്മുടെ ഈ സൂമിൽ കൂടിയിട്ട് എത്ര പേർക്ക് ഈ ശവത്തിന്റെ അവസ്ഥയിൽ നിന്നും ജീവനുള്ളവനായിട്ട് മാറാൻ പറ്റി? ഒന്ന് പറഞ്ഞേ. എനിക്ക് അനുഗ്രഹം ബ്രദറെ, എനിക്ക് ഭയങ്കര ഞാൻ ഈ ചോദിക്കുമ്പോൾ എപ്പോഴും ഞാൻ നമ്മുടെ മീറ്റിംഗിൽ നിന്ന് എടുത്ത് പറയാൻ കാരണം, ഈ വചനം കേട്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഞാൻ ഡെഡ് ബോഡിയോട് ഇങ്ങനെ അടുത്ത് പോരുന്നതുകൊണ്ട് ഭയങ്കര പാട്ടും പ്രാർത്ഥനയും വെക്കുന്ന പോലെയാണ്. ഡെഡ് ബോഡി നല്ല സുഖമായിട്ട് ഡെഡായി കിടക്കും. അല്ല, പുറത്തു വരണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൃപാവരം, നിങ്ങൾക്ക് യേശുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ഈസിയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ അസൈൻമെൻറ്റ് തരാൻ വേണ്ടി പോവാണ്. സമയം കിട്ടുമ്പോൾ ജോലി സ്ഥലത്തായിക്കോട്ടെ അല്ലാത്ത സ്ഥലങ്ങളിലായിക്കോട്ടെ ഒന്ന് സമയം കണ്ടെത്തി കല്യാണ വീട്ടിലും എവിടെയൊക്കെ ചെല്ലുമ്പോൾ, ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ, കൂടെ ജോലി ചെയ്യുമ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അബ്രഹാം ഭരിച്ച വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം. ദൈവത്തിൽ നിന്നൊന്ന് നിങ്ങൾക്കൊരു സാക്ഷിയൊക്കെ യേശു ക്രിസ്തു ഒന്ന് നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ കർത്താവിന് ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയാം? വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. ഒന്ന് ആത്മാവിൻ്റെ ഫലം. യേശുവിനെ വിളിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന വ്യക്തിയാകരുത്. മറ്റുള്ളവരെ സ്നേഹിക്കണം. ഒരുത്തൻ ചീത്ത പറഞ്ഞാൽ അവനെ ചീത്ത പറഞ്ഞ് തല്ലാൻ വേണ്ടി പോകാതെ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കണം. അത് നിങ്ങൾ ഫലങ്ങൾ കാണിക്കുന്നവരാകണം. ഇനി പറ്റുന്നില്ല കർത്താവ്, എനിക്ക് ആൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല കർത്താവ്, ബ്രദർ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ക്ഷമിക്കണം, പറ്റുന്നില്ല, പ്രാർത്ഥിക്കുക കർത്താവ്, ആ ഒരു ഫലം എന്നെ തരണം. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും പറ്റാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വീട് വിസിറ്റൊക്കെ ചെയ്യുമ്പോഴേക്കും അമ്മാമ്മ പറയുവാണ്, എൻ്റെ മോളെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കിഡ്നിയൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അമ്മച്ചി ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അമ്മച്ചിയോട് പറയണേ, യേശു അമ്മച്ചിയുടെ ഈ രോഗത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചു. ഞാൻ ജനിച്ചപ്പെട്ട ക്രിസ്ത്യാനിയായിട്ടാണ് വന്നത്, നീ എന്നെയാണ് പഠിപ്പിക്കുക. അതൊക്കെ ശരിയായിരിക്കും. എൻ്റെ ഡ്യൂട്ടി അമ്മച്ചി, എനിക്ക് പുതിയ ജോലി കിട്ടി. പറ, വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. എൻ്റെ കൂടെ പറഞ്ഞിട്ട് എനിക്ക് പുതിയ ജോലി കിട്ടി. യേശു പറഞ്ഞു വേലക്കാരൻ കൂലിക്ക് യോഗ്യനാന്ന് പറ. അതിൻ്റെ അർത്ഥം എനിക്ക് കാശ് കിട്ടണം. കാശെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കൂലി, സുവിശേഷ വേലയാണ്. അത് ഈ ഞാൻ പറഞ്ഞില്ല, പുരോഹിതന്മാർക്കും പാസ്റ്റർമാർക്കും ബ്രദർമാർക്കും മാത്രമല്ല, എല്ലാവരും സുവിശേഷ വേലക്കാരാണ്. അപ്പോൾ എനിക്ക് കൂലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മച്ചി വേല ചെയ്യണം. എൻ്റെ കൂടെ പറഞ്ഞ് വേലക്കാരൻ കൂലിക്ക് യോഗ്യനാ. കൂലി ചെയ്താലേ വേല കിട്ടത്തുള്ളൂ എന്ന് പറയും. സോറി, വേല ചെയ്താലേ കൂലി കിട്ടത്തുള്ളൂ എന്ന് പറ. അപ്പൊ മനസ്സിലായത്. അപ്പൊ എന്റെ ജോലി എന്തുവാ? യേശു പറഞ്ഞു, നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. ഞാൻ ആ ജോലി കാണിച്ചു തരാം കേട്ടോ. ജോലി കിട്ടിയവരാ നിങ്ങളെ. വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. മർക്കോസിന്റെ സുവിശേഷം ഇന്ന് സമയം നീണ്ടിപ്പോയതാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്ന് പോകത്തുള്ളൂ. മർക്കോസ് 16 ഇനി സമയം നാളെ ഡ്യൂട്ടിക്ക് വന്ന് അർജന്റ് ഉള്ളവർ വേണം, ലിഫ്റ്റ് ചെയ്തു, കുഴപ്പമില്ല. മർക്കോസ് നീ ജോലി ഒന്ന് കേട്ടോണം. മർക്കോസിന്റെ ലൂക്കോസിലാണ് നിൽക്കുന്നത്. മർക്കോസിന്റെ 16 നമുക്കൊന്ന് വരാം. എന്നാ ജോലി എന്നൊന്ന് കേട്ടിട്ട് നമുക്ക് പോകാം. വിശ്വസിക്കുകയും സ്നാനം വിളിക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കുക എന്ന ശിക്ഷാതിലകപ്പെടും. നിങ്ങൾ പറഞ്ഞ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനം വിളിക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും. ഇനി വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കണം. ജോലിയാണ്.
ഭൂതങ്ങളെ പുറത്താക്കണം, പുതുഭാഷയിൽ സംസാരിക്കണം, സർപ്പങ്ങളെ പിടിച്ചടക്കണം, മരണകരമായി യാടന്ന് കുടിച്ചാലും ഹാനി വരുത്തരുത്, കൂടോത്ര ഏക്കത്തില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും എന്ന് പറഞ്ഞു. ജോലിയാ കേട്ടോ. ഇനി മത്തായിൽ പറയും, നിങ്ങൾ പോയി ദൈവരാജ്യം പ്രസംഗിപ്പിൻ, രോഗിയെ സൗഖ്യമാക്കുവിൻ, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ എന്ന് യേശു പറയുന്നു. ഞാൻ അതും കൂടെ കാണിച്ചോട്ടെ. അതും കൂടെ കാണിച്ചിട്ട് നമ്മുടെ ജോലി പറയാൻ വേണ്ടി പോകണം. നാളെ മുതൽ ഈ ജോലി ചെയ്താൽ കൂലി കിട്ടും. അപ്പം നമ്മളെ പിശാച് പഠിപ്പിക്കുകയാണ്, ഇതേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അടി കിട്ടും. ഇങ്ങോട്ട് ആരായി പറയുന്നത്? ഈ ജോലിക്കെതിരായി പിശാച് പറയുകയാണ്, നീ എങ്ങാനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ നിന്നെ അടിക്കും. നീ പറയുക എൻ്റെ ഉടമസ്ഥൻ വെറുതെ ഇരിക്കത്തില്ല, നീ അടിക്കാൻ കൈ പൊക്കിയാൽ നിന്റെ തല തകർത്ത യേശു എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ കൂടെയുണ്ട്. പിശാചിന്റെ തല തകർത്ത യേശു എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ മറന്നു പോകരുത്. യേശു എൻ്റെ കൂടെയുണ്ട്. യേശുവിൻ്റെ ശക്തിയാലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ ആ വാക്യം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാവേ. മത്തായിയുടെ സുവിശേഷം എനിക്ക് വന്നത് 10-ാം അധ്യായത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരുമ്പോൾ വാക്യങ്ങൾ, നിങ്ങൾ പോയി ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ഓക്കെ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന് 1-ാം വാക്യം എടുത്ത് നോക്കി ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? അനന്തരം അവൻ 12 ശിഷ്യന്മാരെ വിളിച്ചിട്ട് നിങ്ങൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കുക, സകല ദീനക്കാരെ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞിട്ട് കർത്താവാണ് അശുദ്ധാത്മാക്കളെ പുറത്താക്കണം, സകല ദീനവും വ്യാധിയും പൊറുപ്പാൻ, സകല രോഗവും സകല വ്യാധിയും പുറത്താക്കുവാൻ യേശു എന്ത് കൊടുത്തു? അവർക്ക് അധികാരം കൊടുത്തു. ഇനി 7-ാമത്തെ വാക്യമാണ് നമ്മുടെ ജോലി കേട്ടണം. നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുമെന്ന് പറയുന്നു. രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുക്കണം. അർത്ഥം എന്താ പറയുക? പൈസ ഒന്നും മേടിക്കരുത്. കാര്യം എന്തറിയോ? നമുക്ക് ശമ്പളം തരുന്നത് അവരല്ല. നിങ്ങളിപ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗി സൗഖ്യമായി കഴിഞ്ഞാൽ എന്നാൽ 10,000 എടുക്ക് എന്ന് പറയരുത്. കാര്യം എനിക്ക് പറഞ്ഞു, എൻ്റെ വേണ്ട സഹോദര, എനിക്ക് ശമ്പളം കിട്ടുന്നതുണ്ട്. ഇത് ചെയ്യും തോറും എനിക്ക് ശമ്പളം കിട്ടും. മനസ്സിലായോ? ശമ്പളം കിട്ടണം. ദൈവത്തിൽ നിന്ന് ശമ്പളം കിട്ടണോ? നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം. നമ്മളങ്ങനെയല്ലേ ജോലിക്ക് പോകണം? എന്തിനു വേണ്ടിയാ? നമ്മൾ ജോലിക്ക് പോകണ ശമ്പളം കിട്ടാൻ വേണ്ടിയല്ലേ? അതേപോലെ വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. അബ്രഹാം ചെയ്തതുപോലെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യണം. ഒരവസരം കിട്ടിയ ചാടി പ്രാർത്ഥിച്ചോണം, രോഗികളെ വിസിറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ 2 കാര്യമാണ്. ഒന്ന്, എനിക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ഉണ്ടാവും. 2, എൻ്റെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിച്ച ഗുണം ഞാൻ പറഞ്ഞുതരാം. അവസാനിപ്പിക്കുക. വിശ്വാസം വർദ്ധിച്ചാൽ നിങ്ങൾ ഇന്ന് കിടന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സ്ഥാനത്ത് വിശ്വാസം വർദ്ധിച്ചാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. എലീശയെ കണ്ടിട്ടില്ലേ? അടുത്ത ആണ്ടിൽ എന്നാ പിടിച്ചു, തീർന്നു. ആ ഒറ്റ വാക്കേ അത്ഭുതമാണ്. കാര്യം അവരുടെ വിശ്വാസത്തിൽ അവർ ഭയങ്കര സ്ട്രോങ് ആയി. വിശ്വാസത്തിൽ വളർന്നാൽ പിന്നെ നിങ്ങൾ ഒത്തിരി നേരം പ്രാർത്ഥിക്കുമെന്ന് വേണ്ട, ഒറ്റ ആമേൻ പറഞ്ഞ അത്ഭുതമാണ്. വിശ്വാസത്തിൽ വളരണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിലൂടെ മാത്രമേ വിശ്വാസത്തിൽ വളരാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ സമയത്ത് വേദന അനുഭവിക്കുന്നവർ കൈ അവിടെ വെച്ച്, ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ മേൽ വേദനകളെ വിടിവിക്കാൻ വേണ്ടി പോവാണ്. രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാൻ ഇന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അന്യഭാഷയുടെ അവസാനത്തെ ആ ഒരു സമയങ്ങളിൽ ഒരു പേര്, എന്നെ ടീന എന്നുള്ളൊരു പേര് കർത്താവ് ഇങ്ങനെ കുറേ നേരമായിട്ട് അന്യഭാഷയ്ക്കകത്തു നിന്നും ടീന എന്നുള്ള പേര് വെളിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ടീനയുടെ ഒരു സഹോദരി, ടീന മൂത്തയാളാണ്, ടീനയ്ക്കൊരു സഹോദരി ഉണ്ടെന്ന് തന്നെ എൻ്റെ അന്യഭാഷയിലൂടെ അത് കയറി വന്നു. അപ്പോൾ ഞാനത് പിന്നെയും പ്രാർത്ഥിച്ചു. ടീന മൂത്തയാളാണ്, ടീനയ്ക്കൊരു അനിയത്തിയും കൂടെ ഉണ്ട്. 2ാമത്തെ ആളല്ല ടീന മൂത്തതും, ടീനയ്ക്കൊരു അനിയത്തിയുണ്ട്. ആ ടീനയുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കാണുന്നത് ഈ ടീനയുടെ അമ്മയ്ക്ക് ഇതേപോലെ തന്നെ അമ്മയ്ക്ക് ഒരു സഹോദരിയുണ്ട്. കർത്താവ് ഇങ്ങനെ ഒരു അടയാളം എന്നെ കാണിച്ചത്. ഈ അടയാളവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ച്. ഉണ്ടെങ്കിൽ സൂമിലാണെങ്കിൽ ഞാനിപ്പോൾ മ്യൂട്ട് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് പറയാം. ഇനി ലൈവിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അടയാളം ടീന എന്ന് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല, ആരുടെ മോളാണോ ഒന്നും അറിയത്തില്ല. ടീനയാണ്. ടീനയും അതേപോലെ തന്നെ ടീനയ്ക്ക് ഒരു അനിയത്തിയുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ആൾക്ക് ടീനയുടെ അമ്മയ്ക്ക് എന്തുണ്ട്? അതേപോലെ തന്നെ ഒരു സഹോദരിയുണ്ട്. പറഞ്ഞു.
അത് ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നൊരു അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അന്യഭാഷ പറഞ്ഞ സമയത്ത് ആ കുടുംബത്തിന് വേണ്ടി പിന്നെയും ഞാൻ അതുകൊണ്ട് അന്യഭാഷ ആ സമയത്ത് തന്നെ അന്യഭാഷ വ്യാഖ്യാനമുള്ള അന്യഭാഷ, അതുവരെ ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ മുതൽ ഞാൻ അന്യഭാഷ പറഞ്ഞപ്പോഴേക്കും അവസാന ഘട്ടത്തിൽ വ്യാഖ്യാനമുള്ള അന്യഭാഷ എനിക്ക് വന്നത്. അപ്പോൾ ആ അന്യഭാഷയ്ക്കകത്ത് പേര് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് അതിൻ്റെ ആത്മാവിൽ അത് വ്യാഖ്യാനിച്ച് തരണം കർത്താവ്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇതേ അടയാളം കർത്താവ് ആ തലമുറകളെ തൊടാൻ വേണ്ടി, പ്രത്യേകിച്ച് ടീനയെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ആ ടീനയുടെ അടയാളം. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് വെറുതെ ടീന എന്ന് പറഞ്ഞാൽ എല്ലാവരും ടീന ആൾക്കാർ പറയും, പക്ഷേ എനിക്ക് അടയാളം വേണം കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ ദൈവാത്മാവാണ്. ഇപ്പോൾ ടോംസ് പറഞ്ഞ പോലെ തന്നെ സഹോദരി ഏറ്റെടുത്തോണം. ആ മോളെ യേശു ഇന്ന് തൊടുകയാണ്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാവരും ഈ ദിവസങ്ങളിൽ പറയണം. നിങ്ങളുടെ അന്യഭാഷ, പുതിയതായിട്ട് അന്യഭാഷ വരം ഉള്ളിൽ വന്നത് പുറത്തേക്ക് തള്ളി വന്നവരാരെങ്കിലും ഇന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് റിലീസ് ചെയ്യണം. 10 മിനിറ്റ് സമയമുണ്ട്. അന്യഭാഷ പ്രാപിക്കാനുള്ള സമയമാണ്. ഈ മ്യൂട്ട് മാറ്റി എനിക്ക് അന്ന് രക്തഞ്ചയം അങ്ങനെ പറഞ്ഞു വന്ന് മുഴുവനായില്ല. അത് വേട് ഇങ്ങനെ അങ്ങനെ മാറി വന്നുള്ളൂ. ഇതിൽ ഒരു മാറ്റം അത് പറഞ്ഞു വെച്ചിട്ട് അത് അന്യഭാഷയുടെ വലിയൊരു വളർച്ചയിലേക്ക് കർത്താവ് കൊണ്ടുപോകും. ഞാനിപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് അന്യഭാഷ മനസ്സിൽ വന്നിട്ട് പറയാൻ പറ്റാതെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ഭയത്തിലോ ഭാരത്തിലിരിക്കുന്നവർ ഇപ്പോൾ പുറത്തേക്ക് എടുത്തോണം. അത് കർത്താവ് നിങ്ങളുടെ സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറ, കണ്ണൊന്ന് അടച്ച്, എന്നിട്ടൊന്ന് കണ്ടേ. യേശു ക്രിസ്തുവിനെ അവർ മാറി മാറി ചാട്ടവാർ അടിച്ച ശരീരം മുറിവേറ്റത്, ആ യേശു അനുഭവിച്ച വേദന എൻ്റെ വേദനയാണെന്ന് പറ. ഞാനിന്ന് അനുഭവിക്കുന്ന എൻ്റെ ഈ രോഗത്തിൻ്റെ വേദനയും രോഗവുമാണ് യേശു വഹിച്ചിരിക്കുന്നത്. തളർന്നു കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, രോഗക്കിടക്കയിൽ കേൾക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അവിടെ കിടക്കാൻ ഇനി പറ്റത്തില്ല. സ്വന്തമായിട്ട് പറ, എനിക്ക് പറ്റത്തില്ലെന്ന് പറ. യേശു എനിക്ക് വേണ്ടി മുറിവേറ്റത് ഞാൻ അറിഞ്ഞു. ആ രോഗത്തോട് പറ, നീ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. കാര്യം എൻ്റെ യേശുവിൻ്റെ തകർന്ന ശരീരമാണ് ഞാൻ ധ്യാനിക്കുന്നത്. ആ മുറിവ് എന്നോട് പറയുന്നു, നീ രോഗിയല്ല, നിന്റെ രോഗത്തെ ഞാൻ വഹിച്ചിരിക്കുന്നു. ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, നടക്കാൻ പറ്റാത്തവരൊക്കെ ഒന്ന് നടന്നേ. കൈകാലുകളെ ചലിപ്പിക്കാൻ പറ്റാത്ത വേദനയുള്ള ഭാഗത്ത് രോഗബന്ധനങ്ങൾ, രോഗ ആത്മാക്കൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറിപ്പോവുകയാണ്. ഇപ്പോൾ ഈ നിമിഷം ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ്, വേദനയിൽ നിന്ന് മോചനം ലഭിച്ചവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, നിങ്ങൾ ഈ ലൈവിൽ കിടന്ന് കമൻറ്റ് ചെയ്യാതെ നിങ്ങൾ നേരെ വാട്സാപ്പിലേക്ക്, ഞാനിപ്പോൾ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം, വോയിസ് റെക്കോർഡുകളായിട്ട്. കാര്യം നിങ്ങളെ സാക്ഷ്യം കേട്ടതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും. എനിക്ക് പ്രതിഫലം വർദ്ധിക്കും, സ്വർഗത്തിൽ നിന്ന് എൻ്റെ പ്രതിഫലം വർദ്ധിക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ കർത്താവിൻ്റെ സുവിശേഷത്തെ ഉയർത്തുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം തരും. ഞാൻ വേലക്കാരനാണ്, വേലക്കാരൻ കൂലിക്ക് യോഗ്യരാണ്. ഞാൻ ദൈവരാജ്യത്തിൻ്റെ വേലക്കാരനാണ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന രോഗത്തോട് പറ, വിട്ടുമാറട്ടെ. വേദനയോട് കൽപ്പിക്കുന്നു, നിനക്ക് എൻ്റെ മേൽ അവകാശമില്ല. പറഞ്ഞേ, നിനക്ക് എൻ്റെ മേൽ അവകാശമില്ല. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വേദന വിട്ടുമാറുന്നു. വേദനകൾ വിട്ടുമാറുന്നു. വേദനകൾ, ഞാൻ കാണുന്ന ഒരു സഹോദരി, വേദനയാൽ കരയുന്നൊരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്നത് സഹോദരി പലപ്പോഴും വേദന കൊണ്ട് ഒരു കട്ടിലിൽ ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ്. ആ കട്ടിലിൽ ഞാൻ കാണുന്നൊരു കാഴ്ച, കട്ടിലിൻ്റെ തൊട്ടു പുറകിലായിട്ട് തന്നെ ഈ ഡോറുള്ള ഒരു അലമാരി, അതായത് അവിടെ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന, ആ ഒരു ഭിത്തിയെ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അലമാരിയുള്ള ഒരു എന്താ പറയുന്ന ഒരു അലമാരി ഞാൻ ഡോറ് കാണുന്നുണ്ട്. ഈ തല വെക്കുന്ന ഭാഗം അതിനോട് ചേർന്നിട്ടിരിക്കുന്ന ഒരു കാണുന്നത്. ആ സഹോദരി അത് ഇരുന്നുകൊണ്ട് കരയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സഹോദരി ആ ഉദരത്തിൻ്റെ മേലെ കൈവച്ച്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന രോഗശക്തിയോട് പറ, ഇറങ്ങിപ്പോകാൻ പറ. നിനക്ക് എൻ്റെ മേലെ അവകാശമില്ല, ഞാൻ രോഗി അല്ല. പറ, രോഗത്തിന് എൻ്റെ മേലെ അവകാശമില്ലെന്നേ. എൻ്റെ യേശു മുറിവേറ്റത് ഞാൻ രോഗിയായി നടക്കാനല്ല. നിങ്ങൾ സ്വയം പറ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിലോട്ടൊന്ന് കയറുക. പറ, കൈവച്ചിട്ട്, സ്വന്തം ശക്തി കൈവച്ചിട്ട് പറ, എൻ്റെ ശരീരത്തിൽ പ്രഷറിനോ ഷുഗറിനോ ക്യാൻസറിനോ കിഡ്നിക്കോ ഒരു രോഗശക്തിക്കോ എൻ്റെ മേൽ ഇനി കയറാൻ കഴിയത്തില്ല. ഞാൻ യേശുവിൻ്റെ തിരുമുറിവിൽ വിശ്വസിക്കുന്നു. യേശു പറയുന്നുണ്ട്, പ്രാർത്ഥിച്ച് സൗഖ്യമായില്ലെങ്കിൽ എന്നൊരു വാക്കില്ലാത്തടത്തോളം കാലം ഈ സൗഖ്യം എൻ്റെ അവകാശമാണ്, ഇതെൻ്റെ അവകാശമാണ്, ഇതെൻ്റെ അവകാശമാണ്. ഞാൻ അത്ഭുതം കാണും. യേശുവിൻ്റെ നാമം ഇത് പറയുമ്പോൾ തന്നെ എനിക്കറിയാൻ പറ്റും എൻ്റെ ശരീരത്തിൽ ആ വലിയ ദൈവശക്തി വ്യാപരിക്കുന്നത്.
ഓ ജീസസ്, ചിലരുടെ കണ്ണുകളുടെ മേലേക്ക് ആ സൗഖ്യം വ്യാപരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു വ്യക്തിയെ കാണുന്ന ഈ ഫിക്സ് വന്നിട്ട് ഈ വാ കോടി നിൽക്കുന്ന ഒരു വ്യക്തിയെ കൈയെടുത്ത് അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ഒന്ന് കൈയെടുത്ത് വെച്ച് അതിപ്പോൾ നേരെയാകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ. ഇതിന് ശേഷം ഞാൻ ചോദിക്കും, യേശുവിൻ്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഏത് രാജ്യത്തായിക്കോട്ടെ, ഇന്ന് സാമ്പത്തിക ഞെരുക്കത്തിലുള്ള കടന്നോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ യേശുവിനത് വിളിച്ച് പറയാം, ഞാൻ ദരിദ്രനല്ല, വായ്പ മേടിച്ച് കറങ്ങേണ്ടവനല്ല, കൊടുക്കുന്നവനാന്ന് പറയണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് വേദന മാറിയവരുണ്ടെങ്കിൽ, ഇതിനകത്ത് പറയാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറയാം. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയം പറയരുത്. സകല പ്രാർത്ഥനാ വിഷയങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കുറവല്ല, പൂർണ്ണ സൗഖ്യത്തിൻ്റെ കേൾക്കണം, പൂർണ്ണ സൗഖ്യത്തിൻ്റെ കേൾക്കണം. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാണ് കർത്താവിൽ നമ്മുടെ അവകാശം. ഇൻ ദ നെയിം ഓഫ് ജീസസ് സകല വിഷയത്തെയും പ്രാർത്ഥിക്കുന്നപ്പോൾ വരും ദിവസങ്ങളിൽ എന്നാ എമർജൻസി പ്രാർത്ഥനയാണെങ്കിലും എന്നാ എമർജൻസി വിഷയമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ അത്ഭുതം നടക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും വേദന വിട്ട് മാറിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ സമയത്ത് സാക്ഷ്യം പറയും. ലൈവിൽ കാണുന്നവർക്ക് ഈ 2 നമ്പറിലേക്ക് നിങ്ങളുടെ വോയിസ് റെക്കോർഡുമായിട്ട് സാക്ഷ്യങ്ങൾ അയക്കാം. കമൻറ്റ് ചെയ്യരുത്. കമൻറ്റ് ചെയ്താൽ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇത് കാണുന്നത് തന്നെ നിങ്ങളത് അയക്കുക. നിങ്ങളുടെ സാക്ഷി, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ സാക്ഷി ഞാൻ കേൾപ്പിച്ചല്ലോ ഒത്തിരി ആൾക്കാരുടെ, ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു, പലതും കേൾപ്പിക്കാനിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് വേദന മാറിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ ധൈര്യമുള്ളവർ, മനസ്സുള്ളവരുണ്ടെങ്കിൽ ധൈര്യത്തോടെ പറയാം. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, പറഞ്ഞാട്ടെ. ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു. ബ്രദർ ഇപ്പം പറഞ്ഞായിരുന്നില്ലേ ഒരു അടയാളം, വീട്ടിലെ ഒരാള് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന്. ഞാനായിരുന്നു, എന്റെ ഹസ്ബൻഡിന് നല്ല മുട്ടുവേദനയായിരുന്നു. അപ്പൊ ഞാൻ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ച്. ബ്രദർ പറഞ്ഞ അടയാളങ്ങൾ എന്റെ വീടാണ്. കട്ടിലേ കിടപ്പുണ്ട്, തൊട്ടുപുറകെ ഒരു അലമാരയുണ്ട്. പറഞ്ഞ അടയാളങ്ങളെല്ലാം കറക്റ്റ് ആണ്. യേശുവിന്റെ നാമത്തെ ഏറ്റെടുത്തുണ്ട്. ഹസ്ബൻഡ് തിരുമണ്ട, ഹസ്ബൻഡ് എണീറ്റ് നടന്നോളാൻ പറ കേട്ടോ. മുട്ടുവേദന മടക്കാൻ പറ്റാതെ നല്ല വേദനയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് തടവിയ മുട്ട് കുറച്ച് മാറ്റം വന്നു. അത് വലിയൊരു അത്ഭുതമായി. ഇപ്പൊ മാറ്റം വന്നു. മാറ്റം വന്നു. ഇന്നലെ വരെ മുട്ട് മടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് അത് നല്ലപോലെ മടക്കിയപ്പോ വേദന കുറഞ്ഞു. ആ ടൈമിലാണ് ബ്രദർ ഈ അടയാളം പറഞ്ഞത്. കട്ടിലിന്റെ തൊട്ടടുത്തായി അലമാര, ആ അടയാളം എന്റെ വീടാണ്, ഞാനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദന കാരണം ഹലോ ബ്രദറെ, പറഞ്ഞു. ഞാൻ ഇപ്പൊ ബ്രദർ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് മൂക്കിൽ നിന്ന് ഒഴുകുമായിരുന്നു. അതിപ്പോ അതങ്ങ് സ്റ്റോപ്പായി, വളരെ ഡ്രൈ ആയി മാറി മൂക്ക്. ഈ പ്രാർത്ഥിച്ച സെക്കൻഡിൽ തന്നെ, ഈ പ്രാർത്ഥിച്ച സമയത്ത് തന്നെ. ഓ സ്വോത്രം കർത്താവേ, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റേതെങ്കിലും രോഗസൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്, പറഞ്ഞാട്ടെ. ഭയങ്കര ചുമയായിരുന്നു. നാമത്തിൽ ഞാൻ യേശുവിന്റെ തിരുമുറികളാൽ സഹിക്കുമെന്ന് പ്രാർത്ഥിച്ച് ആ കൊച്ചിന്റെ ഭയങ്കര ചുമ വിട്ടുമാറി. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയിരുന്ന നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. ഹലോ ബ്രദർ, ഇപ്പൊ തന്നെ പറഞ്ഞു കട്ടിലിമ കിടക്കുമ്പോ അതിന്റെ അറ്റാച്ച്ഡ് ഇതായിട്ടാണ് ഞാനത് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ എന്റെ കാല് എന്താണെന്ന് മാറിയിട്ട് എന്റെ കാലിന് ഭയങ്കര മാറ്റം. ഞാൻ കാല് ചലിക്കാതെ കിടക്കണേ. ഒരു സെക്കൻഡ് എനിക്ക് ഒരു സെക്കൻഡ് എൻ്റെ കൂട്ടത്തിൽ ഇപ്പം പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഒരു കർത്താവ് പറഞ്ഞു, ഒരു സീത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സീത എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു ഗൗരി എന്ന് പറയുന്ന ഒരു വ്യക്തിയും കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും സൂമിലെ ലൈവിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പറയുന്ന അനർത്ഥം വിട്ടൊഴിയുവാണ്. ഈ 2 പേരുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുള്ള ആരാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത് ഏറ്റെടുത്തോണം, വേഗത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് ആ കുടുംബത്തിന് മേൽ അനർത്ഥം വിട്ടുമാറി യേശുവിൻ്റെ പ്രവൃത്തി കുടുംബത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. അത് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം. ഇന്ന് കർത്താവിൻ്റെ അത്ഭുതം അവരെ വെളിപ്പെടാൻ വേണ്ടി പോവാന്ന് കർത്താവിനോട് പറയുന്നു. വലിയ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ എന്റെ കുടുംബത്തിലുണ്ട്. മറ്റേ ആളാരായിരുന്നു? ആ പേരിപ്പോൾ വെളിപ്പെടുത്തിയത് ആ വ്യക്തി അതിനുവേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് അമ്മയുടെ ബ്രദറിന്റെ ഭാര്യയാകുന്നു. അത് ഏറ്റെടുത്ത് സിസ്റ്ററെ, കർത്താവ് ഇന്ന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. വലിയ അനർത്ഥം വിട്ടൊഴിയാൻ വേണ്ടി പോവുക കേട്ടോ. അവരെ കേൾപ്പിക്കണം. ഇന്ന് തന്നെ മെസ്സേജ് അയക്കണം കേട്ടോ. ബ്രദറെ,
പറഞ്ഞു. ഞാനേ കട്ടിലിന്റെ അവിടെ അറ്റാച്ച്ഡ് അലമാരി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനത് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ എന്റെ കാലിന് എന്താന്ന് അറിഞ്ഞൂടാ, ഭയങ്കരമായിട്ടുള്ളൊരു എന്താന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ തളർന്ന് എടുക്കാണേ, രണ്ട് കാല് ചലനില്ലാണ്ട്. അപ്പൊ ഈ കാലിന് വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കൈ വെച്ചിട്ട് എന്താന്ന് അറിയാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു വിഷമം. വേദനയാണോ മാറ്റം എന്നാണ് പറഞ്ഞത്? വേദന ഇങ്ങനെ അടിയിലേക്ക് എന്തൊക്കെയോ പോണ്, എന്തോ ഒരു വ്യത്യാസം. എനിക്ക് ആകെ കൂടെ സിസ്റ്റർക്ക് നടക്കാൻ പറ്റില്ല? ഇല്ല, നടക്കാൻ പറ്റില്ല. എന്നിട്ട് പയ്യെ അങ്ങ് എണീറ്റ് യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് യേശു എൻ്റെ രോഗത്തെ വഹിച്ചു, എനിക്ക് രോഗിയായി കിടക്കാനല്ല യേശു എനിക്ക് വേണ്ടി വെച്ചത് എന്നും പറഞ്ഞിട്ട് ആ വചനം പറഞ്ഞിട്ട് പയ്യെ അങ്ങ് ചലിച്ചേ, ആ കാലുകളൊക്കെ ചലിപ്പിച്ചേ. കേൾക്കുന്നുണ്ടോ? ആ കാലൊക്കെ ചലിപ്പിക്കണം. എന്നിട്ട് പറയണം, യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാണ്, യേശുവിൻ്റെ തിരുമുറി എൻ്റെ കാലുകളുടെ മേൽ സൗഖ്യം വന്നിരിക്കുന്നു. എന്നിട്ട് പറ, എനിക്ക് രോഗിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാലുകൾ ചലിപ്പിച്ചേ, ചലിക്കാത്ത കാലുകളുടെ മേൽ കൈ വെച്ചങ്ങ് ചലിപ്പിച്ചേ. അത് കാലിനെ നോക്കി തന്നെ പറ, യേശു എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു, എൻ്റെ കാലുകളുടെ ബുദ്ധിമുട്ടിനെ യേശു വഹിച്ചിരിക്കുന്നു, എൻ്റെ കാലുകൊണ്ട് ഞാൻ ഓടി നടന്ന യേശുവിൻ്റെ സാക്ഷ്യം പറയുന്നു. പറ, ഇപ്പൊ തന്നെ ചലിക്കുന്നു സിസ്റ്ററെ. ഇപ്പത്തെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞെനിക്ക് പറഞ്ഞു. ഇപ്പൊ എന്താണ് വ്യത്യാസം സിസ്റ്റർ നോക്കിയിട്ട് പറയണം കേട്ടോ. പറഞ്ഞു, അടുത്ത ആള് പറഞ്ഞു. ബ്രദറെ, ഇപ്പൊ രോഗസൗഖ്യം വന്നിരിക്കുന്നു ബ്രദറെ. ബോഡി പെയിൻ ആയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. തോട്ട് പെയിൻ, ത്രോട്ടിന് പെയിൻ, നോസിന് ബുദ്ധിമുട്ട്, ബോഡി പെയിൻ. അതെനിക്ക് നല്ലൊരു റിലീസ് കിട്ടിയിരിക്കുന്നു ബ്രദറെ. താങ്ക് യു ജീസസ്. ഗോഡ് ബ്ലസ് യു. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഫിക്സ് വന്ന് വാഗോടുന്ന കുട്ടികളെ അത് പറഞ്ഞല്ലോ, അത് എന്റെ മോക്ക് ഡെയിലി ഫിക്സ് വരാറുണ്ട്. വായൊക്കെ കൂടി ഭയങ്കര ഇതാണ്. 17 വർഷം കൊണ്ട് അവർക്ക് ഫിക്സ് ആണ്. ഞാൻ മുമ്പ് ഒരിക്കൽ അജിയുടെ മോള് ദൈവം തൊടുന്നു അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഏറ്റെടുത്ത് അത് പറഞ്ഞു. മോള് സെർബ്രൽ പാൾസി ഉള്ള കുട്ടിയാണ്, എണീറ്റിരിക്കെ നടക്കേ അങ്ങനെയൊന്നും ചെയ്യില്ല, എപ്പോഴും ഭയങ്കര അസുഖങ്ങളും. ഇത് ഫിറ്റ്സ് ഡെയിലി രാത്രിയിലൊക്കെ ഉറങ്ങി കിടക്കും, പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് വായൊക്കെ കോടി ഭയങ്കര ഇതാണ്. ചെറുതിലെ സമയത്ത് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഇപ്പൊ ഈ വലുതായപ്പോഴാണ് ഈ രീതിയൊക്കെ വരുന്നത്. മുമ്പൊക്കെ കൈയും കാലും ഒക്കെ എടുത്തെറിയേ 1 മണിക്കൂറോളം കാണും. ഭയങ്കര നമുക്ക് ഉറങ്ങാനോ ഒന്നിനും ഒക്കൂല. അങ്ങനെ ഇതുവരെ ഈ യൂട്യൂബിൽ ഞാൻ ജൂൺ ലാസ്റ്റ് ആയപ്പോ കയറി തുടങ്ങി. ആ സമയത്ത് യൂട്യൂബിൽ കേട്ട് തുടങ്ങിയ സമയത്ത് 10-15 ദിവസത്തോളം ഒക്കെ ഫിറ്റ്സ, അതിൻ്റെതായ സൈഡ് എഫക്ട്സാ ഒന്നുമില്ല. ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കുളിപ്പിക്കാനൊക്കെ കൊണ്ടിരുത്തുമ്പോൾ ഉടനെ വെട്ടൽ വരും, മോശം പോകും, യൂറിൻ പോകുമ്പോഴൊക്കെ അപ്പോഴും വെട്ടൽ വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഈ 10-15 ദിവസത്തോളം ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ വീണ്ടും വന്നു തുടങ്ങി. ഇപ്പൊ ഡെയിലി ഉണ്ട്, എല്ലാ ദിവസവും രാത്രിയില് രാവിലെ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ മോൾ അടുത്തുണ്ടോ? മോളടുത്തുണ്ട് ഉറങ്ങുന്നു. കൈയൊന്ന് വെച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന മോളുടെ മേലെ രോഗത്തിന്റെ പിശാചിനെ, ആ രോഗത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുമെന്ന് കർത്താവ് ഞങ്ങളുടെ മേൽ തന്നിരിക്കുന്ന അധികാരത്തെ ഞങ്ങൾ ഉപയോഗിക്കുന്നു. ആത്മാവിൽ കൈവെക്കുന്നു. ഇനി മേലാൽ ആ ഫിക്സ് വരികയോ മേലാൽ കർത്താവെ പ്രിയമാക്കാൻ ബുദ്ധിമുട്ട് വരികയോ ചെയ്യാതെ വണ്ണം തുള്ളിച്ചാടി പ്രിയമുള്ള ദൈവത്തെ ആരാധിക്കും. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മുദ്രയിടുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരത്തില്ലെന്നുള്ള വചനത്താൽ കൽപ്പിക്കുന്നു. അപ്പം ഇനി മേലാൽ ആ രോഗശരീരത്തിൽ കയറത്തില്ല. യേശുവിന്റെ നാമത്തിൽ അതിനെ ബന്ധിക്കുന്നു. അപ്പം കർത്താവ് സൗഖ്യമാക്കിയത് നന്ദി. യേശുവിനെ ഇനി മേലാതെ വരത്തില്ല കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. ഇന്ന് കേട്ട വചനത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബ്രദർ പറഞ്ഞല്ലോ വിശ്വാസത്തിന്റെ പ്രവർത്തനം. ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായിട്ട് മോനെ വിളിക്കണം ധൈര്യമില്ല എനിക്ക്. അവൻ എന്നെ വഴക്ക് പറയും. ഞാൻ പറഞ്ഞില്ല ബ്രദറിന്റെ എന്റെ വിഷയങ്ങള്. അങ്ങനെ ഇരിക്കുമ്പോ ഇന്ന് എനിക്ക് അവൻ ബാങ്കിൽ നിന്ന് ഒരു കടലാസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ മെസ്സേജ് ഇട്ടു. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച് ധൈര്യത്തോട് കൂടിയിട്ട് ഒന്ന് വൈകുന്നേരം വിളിച്ചു. ആദ്യം എടുത്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൻ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ 2ാമത് വിളിച്ചപ്പോൾ എടുത്തു. കുറച്ച് ദേഷ്യത്തിലാണ് എന്നോട് സംസാരിച്ചത്. എങ്കിൽ കൂടി എനിക്ക് സംസാരിക്കാൻ പറ്റി. അതൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നു. ഇന്ന് ബ്രദർ പറഞ്ഞത് മൊത്തം അത് തന്നെയായിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും ധൈര്യത്തോടെ നീ വിളിക്കണം എന്നെ. അതുപോലെ ഒരു ഇത് ദൈവം പ്രവർത്തിക്കണം. ഞാൻ എന്ന് തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുത സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ, ഒരു സാക്ഷ്യം പറയാനാണ്. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ നേരത്തെ ഒരിക്കൽ ഇതുപോലെ സാക്ഷ്യം പറഞ്ഞ സമയത്ത് എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. മോക്ക് കല്യാണം ഒന്നും ശരിയാവുന്നില്ല. കുറേയൊക്കെ നോക്കിയിട്ട് ഒന്നും വരുന്നുമില്ല.
വന്നാൽ പിന്നെ അതൊന്നും നല്ല യോജിപ്പായിട്ടൊന്നും ശരിയാകുന്നില്ലായിരുന്നു. അപ്പം അന്ന് ബ്രദർ പറഞ്ഞു കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഞാൻ അതിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുമായിട്ട് മറ്റേ ഉൽപ്പത്തി 2:18 ഞാൻ പറഞ്ഞ് അവിടെ തലയിൽ കൈവച്ച് ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം നല്ല ഒരു കല്യാണ ആലോചന വന്ന് ശരിയായി, എൻഗേജ്മെന്റ് നടന്നു. അപ്പം വിവാഹം തീരുമാനിച്ചില്ല, സാമ്പത്തികം അല്പം ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനത് ഫിലിപ്പി 4:19 പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം ഞങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ ഈ സാക്ഷ്യം പറയുന്നു. ദൈവത്തിന് തീർച്ചയായിട്ടും സിസ്റ്റർ, അത് അത്ഭുതമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ ബ്രദർ. പറഞ്ഞു. ഞാൻ ഈ നവംബർ മാസം 11-ാം തീയതി ബ്രദറിനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നേ, മാർസീവ മെഡിസിറ്റിന്ന്. എന്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് ആയിട്ടാന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. അന്നേരം പിന്നെ ഹസ്ബൻഡിന് യാതൊരു അൺകോൺഷ്യസ് ആയിട്ട് തന്നെയായിരുന്നു ഇരുന്നേ. ഇപ്പോൾ നെഫ്രോസൈഡ് ഒക്കെ കറക്റ്റ് ആയി. ബ്രദറിന്റെ പ്രാർത്ഥന ഞാൻ എന്നും കേൾക്കുന്നുണ്ട്, സൂമിൽ കയറുകയും ചെയ്യുന്നുണ്ട് പറ്റുമ്പോഴൊക്കെ. പിന്നെ യൂട്യൂബിലും ഉണ്ടായിരുന്നേ. ഇപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ഹോസ്പിറ്റൽ ബെഡിന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. കൈയും കാലും ഒക്കെ ഒന്ന് ചലിച്ച് കണ്ണും ഇപ്പൊ അനക്കുന്നുണ്ട്. പിന്നെ നെഫ്രോസൈഡ് ഒക്കെ ശരിയായി. കൈവച്ച് സിസ്റ്റർ പറഞ്ഞോണം, ഇത്രയും മാറ്റം കൊടുത്ത ദൈവം പറഞ്ഞോണം, യേശു എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗത്തെ വഹിച്ചതാണ്. എൻ്റെ ഹസ്ബൻഡ് ആരോഗ്യം വരാൻ വേണ്ടിയാണ് യേശു മുറിവേറ്റത്. എൻ്റെ ഹസ്ബൻഡ് സൗഖ്യമാകാൻ വേണ്ടിയാണ് യേശു മുറിവേറ്റത്. ഇത് തന്നെ കൈവച്ച് പറഞ്ഞോണം. ഇത്രയും വ്യത്യാസം കൊടുത്ത ദൈവം തീർച്ചയായിട്ടും പൂർണ്ണ സൗഖ്യമാക്കി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറക്കും കേട്ടോ. അത്ഭുതമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലെസ് യു. ഒരു സംശയം ചോദിച്ചോട്ടെ? നമ്മളെ ഈ അന്യഭാഷ പറയുമ്പോ നമ്മളെ ചിന്തിക്കുന്ന, ചിലപ്പോ നമ്മളിങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ട് ഈ അന്യഭാഷ പറയും, അത് തെറ്റാണോ അങ്ങനെ? അതോ എന്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടേ അന്യഭാഷ പറയുന്നത്? നമുക്ക് അന്യഭാഷ പറയുമ്പോൾ സിസ്റ്ററെ നമുക്ക് ഒന്നും നമ്മുടെ ചിന്ത നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന് ഇടയ്ക്ക് വചനം പറയുക, അന്യഭാഷ പറയുക, വചനം പറയുക, രണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ചിന്തയെ മൈൻഡേ ചെയ്യണ്ട. ചിന്തയിൽ പലതും വരും, ചിന്തയിൽ പലതും കാഴ്ച വരും. നമുക്ക് അറപ്പ് തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ചിന്ത നോക്കരുത്, വചനം പറയുക, അന്യഭാഷ പറയുക. അപ്പോൾ കറക്റ്റ് ചിന്തകളെ വചനം കൺട്രോൾ ചെയ്യും കേട്ടോ. നമ്മളായിട്ട് മാറ്റാൻ പോകണ്ട, തന്നെ മാറ്റും. ഗോഡ് ബ്ലെസ്. പറഞ്ഞു. ഹലോ പറഞ്ഞു. പറഞ്ഞോട്ടെ. എന്റെ അമ്മയ്ക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര വയറിന് വേദനയായിരുന്നു. 89 വയസ്സുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പൊ ബ്രദർ എപ്പോഴും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞപ്പോ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞ്, അമ്മ പറയും, മോനെ അമ്മയ്ക്ക് വയറ് വേദനയാണ്. ഞാൻ പറഞ്ഞു, അമ്മ ഇനി വയ്യാന്ന് പറയണ്ട, കർത്താവ് അമ്മച്ചിയുടെ വേദന എല്ലാം കാൽവരി ക്രൂശിൽ എൻ്റെ ശരീരത്തിലേറ്റ, അതുകൊണ്ട് അമ്മ ആ വേദന കൊണ്ട് നടക്കണ്ട, അതുകൊണ്ട് അമ്മച്ചി ശക്തം കൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇനി വയ്യാന്ന് പറയുന്നത് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച ഒരു ദിവസം പിറ്റേന്ന് രാവിലെ വിളിച്ചു പറഞ്ഞ, മോനെ അമ്മയ്ക്ക് കുറവുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ ഒരു ഉച്ച കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞ, അമ്മ മോനെ ഇടയ്ക്കിടയ്ക്ക്, ഞാൻ പറഞ്ഞ അമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇങ്ങനെ പിശാച് കൊണ്ടുവരുന്ന ചിന്ത അമ്മച്ചി ഇങ്ങനെ തന്നെ പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇപ്പൊ വേദനയ്ക്ക് നല്ല കുറവുണ്ട്. അപ്പൊ അമ്മ പറയുന്ന അമ്മയ്ക്ക് അൾസറിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ പറയാം, അമ്മനെ എനിക്ക് തലവേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ, അമ്മ ഞാൻ ഈ ബ്രദറിന് പേരിന് കയറുമ്പോ ഞാൻ അമ്മച്ചിയുടെ കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഭയങ്കര വിശ്വാസമാണ്. ഒരുപാട് തീർച്ചയായിട്ടും സിസ്റ്റർ, പിന്നെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുത മന്ത്രിയാണ്. ദൈവം അത്ഭുതങ്ങൾ നടക്കുന്ന ദൈവമായിട്ട്. ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ ഒരു നിമിഷം എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഇങ്ങനെ ഈ പഴയ കാലത്തെ ഒരു സ്വിച്ച് ബോർഡാണ്. ആ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ പ്രസ് ചെയ്യുന്ന ടൈപ്പാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഈ ചതുരത്തിലെ ബോർഡുണ്ടായിട്ട് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് പറ്റുവാണെങ്കിൽ ഒരു നിമിഷം എല്ലാവരും മ്യൂട്ട് ചെയ്ത് എനിക്ക് പെട്ടെന്ന് കർത്താവ് ചില ആലോചന ഷെയർ ചെയ്യുവാൻ ഒരു ചിന്ത വരുവാണ്. പഴയ ടൈപ്പ് ഒരു സ്വിച്ച് ബോർഡ് കാണിക്കുന്നത്. അത് നീണ്ടിരിക്കുന്ന ഒരു ലിഡ് പോലത്തെ പഴയ ടൈപ്പിന് പൊക്കുകയും താക്കുകയും ചെയ്യുന്ന നമ്മുടെ മെയിൻ സ്വിച്ചിൻ്റെ പോലെയുള്ള പഴയ കാലത്തെ ചതുരത്തിലിരിക്കുന്ന സ്വിച്ച് ഒരു ഭവനത്തിലാണ്, പഴയ ഒരു ഭവനമാണ് ഞാൻ കാണിക്കുന്നത്.
അതിങ്ങനെ ഇരിപ്പുണ്ട്. അത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതുള്ള ഒരു പഴയ ഭവനം എന്നെ കർത്താവ് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുകയാണ്. എന്നെ കാണിക്കുന്ന കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേലേക്ക് ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നെ ആ സ്വിച്ച് ബോർഡാണ് എന്നെ എടുത്തെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആ ഒരു മുറി എന്നെ കാണിക്കുന്നത്. പക്ഷേ ആ സാധനം ഉപയോഗിക്കുന്നുണ്ടോ, അതുമായിട്ട് ബന്ധം അതിന് ഉപയോഗശൂന്യമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു മുറിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. അതിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ കാണിക്കുന്നത് അതിൻ്റെ അപ്പുറത്തെ മുറിയിലായിട്ട് ഒരു അയ്യയിൽ ഇങ്ങനെ തോർത്തിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വീടും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നത്. എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, ആ ഭവനത്തെ ദൈവം പണിതെടുക്കാൻ വേണ്ടി പോകുന്നു. അതിനെ പണിതെടുക്കുന്നത് ഭവനം പണി മാത്രമല്ല, ആ കുടുംബത്തിലെ ജീവിതങ്ങളെയും കർത്താവ് പണിതെടുക്കുന്ന ഒരു വാക്ക് ദൈവം പറയുകയാണ്. ആ ഒരു പഴയ ഭവനവും പഴയ ഈ ഒരു ബോർഡുമായി ബന്ധപ്പെട്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. അതിന് ശേഷമുള്ളൊരു മുറിയിൽ ഒരു തോർത്ത് ഇങ്ങനെ അയയെ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ വീട് കർത്താവ് എന്നെ വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറയുന്ന ആ കുടുംബത്തിൽ കണ്ണുനീര് വീണ കുടുംബമാണ്, ഒത്തിരി കണ്ണുനീര് വീണ കുടുംബമാണ്. അതാരാന്ന് വെച്ചാൽ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രതികരിക്കാം. വേഗത്തിൽ ഞാൻ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സംസാരിക്കുവാണ്. ബ്രദറെ, എന്റെ വീടാണ്, അതെല്ലാം ഉണ്ട്. എന്റെ അമ്മ അത് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുവാണ്. ഈ പറഞ്ഞ അടയാളം കറക്റ്റാണോ? കറക്റ്റാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോ. കർത്താവ് ഇപ്പോൾ എന്നോട് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സ്ഥിതി മാറാൻ വേണ്ടി പോകട്ടോ. കണ്ണുനീര് വീണ ഭവനം യേശുവിൻ്റെ നാമത്തിൽ ദൈവം തുടച്ചു നീക്കി സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവെ ഞങ്ങളുടെ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാഴ്ച കാണിക്കുന്നു. കൂടെ ജോലി ചെയ്യുന്ന ഒരു മുഖമുള്ള ഈ മുസ്ലിംസ് ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. തട്ടമിട്ടിട്ടുണ്ട്. ഏകദേശം ഞാൻ കാണുന്നൊരു കാഴ്ച തന്നെ പുള്ളിക്കാരുടെ ഇടം കയ്യേൽ ഒരു സിൽവർ കളറിലെ വാച്ച് ഇട്ടേക്കുന്ന ഒരു ലേഡീനെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു ലേഡിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലേഡിയാണ്. മുസ്ലിം ലേഡി തട്ടമിട്ടിട്ടുണ്ട്. മുഖമുള്ള കയ്യേൽ സിൽവർ കളറിലെ വാച്ച് ഇട്ടിരിക്കുന്ന ഒരു ലേഡി കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്ന ആ സഹോദരിക്ക് എഫ് എന്ന വാക്കിൽ അക്ഷരത്തിൽ ആദ്യം തുടങ്ങുന്നൊരു പേരാണ് ഞാൻ ആ സഹോദരിയെ കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ, കൂടെ ജോലി ചെയ്യുന്ന ആരാണോ, ഇത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം പറയുന്നു, ആ വ്യക്തിയെ നിങ്ങൾ മുഖാന്തരം കർത്താവ് ഒരു സാക്ഷ്യമാക്കി വേണ്ടി പോവാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ കുടുംബത്തെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതത്തിലേക്ക് കൊണ്ടുവരുവാനും കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ആ കുടുംബത്തിന് അത്ഭുതമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ കർത്താവ് ഈ ദിവസങ്ങളിൽ അധികാരത്തോടെ സംസാരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബ്രദറെ, ഞാനത് ഏറ്റെടുക്കുന്നു. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരിയുണ്ട്, ഫർഹാന എന്നാണ് പേര്. ഫർഹാന. ഓ മൈ ഗോഡ്. ഈ എഫ് തുടങ്ങുന്നല്ലേ? ഇന്ന് ഞാൻ പറഞ്ഞോളൂ ദൈവത്തിന്റെ കാര്യമൊക്കെ. പുള്ളിക്കാരോട് റൗണ്ട് ഫേസ് ആണ്, ഒരു സിൽവർ വാച്ച് ഉണ്ട് ലെഫ്റ്റ് ഹാൻഡ്. സ്വത്രം കർത്താവ് ഇടപെട്ടെ. എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒന്നും പറഞ്ഞിട്ടില്ല ബ്രദർ. സിസ്റ്ററെ ഏറ്റെടുത്ത് അവരുടെ കുടുംബത്തിന് വേണ്ടി ദൈവം അവരെ രക്ഷിക്കുവാൻ യേശു നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകാം കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വേഗത്തിൽ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ്. പക്ഷേ കർത്താവ് വെറുതെ പ്രവചിക്കുവാൻ പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചു. അല്പം എനിക്കറിയാം സമയം മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം. സമയത്തിൻ്റെ പരിമിതികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ചില നേരം ഒന്ന് പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവ് ചിലതിൻ്റെ ഹൃദയത്തെ തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ തടസ്സമായി നിന്നതൊക്കെ തുറക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് കർത്താവ് അത് വെളിപ്പെടുത്തിയത് കൊണ്ടോ എന്നോട് ഇത് വല്ലതും പറഞ്ഞുണ്ട്. പക്ഷേ കർത്താവ് ഇതെല്ലാം അറിയുന്നു. ഇന്ന് കൃപാവരങ്ങളിലൂടെ ദൈവം നിങ്ങളെ തൊടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ പരിശുദ്ധാത്മാവേ, ഞാനൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കും. പഴയ മോഡൽ ഒരു ജീപ്പ് വീടിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു വീടിൻ്റെ അകത്തുള്ള ഒരു വീട് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് എന്നെ കാണിക്കുന്ന ആ വീട്, ആ ജീപ്പ് കൊണ്ടിട്ടിട്ടുണ്ട്. അത് ഓട്ടോ കണ്ടീഷനാണ്, എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു പഴയ മോഡൽ ഒരു ജീപ്പ് ഒരു വീടിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഇന്ന് തന്നെ കർത്താവ് കാണിക്കുന്ന ആ ഭവനത്തെ തമ്പുരാൻ എന്നോട് വാക്ക് പറയുന്നു. 1, 2, 3, 4, 5
ഭിത്തികളുള്ള ഒരു ഭവനമായിട്ടാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയുടെ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഇന്ന് വിശ്വസിക്കുന്നപ്പോൾ എൻ്റെ കർത്താവ് പറയുന്നു, ഒത്തിരി നഷ്ടങ്ങൾ ആ കുടുംബത്തിലുണ്ട്. അത് പ്രത്യേകിച്ച് മണ്ണ് സംബന്ധമായിട്ടുള്ള ഒരു വിൽപ്പന നിമിത്തം കയറിക്കൂടിയ നഷ്ടങ്ങളുടെ ചില അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് അത് ക്രമീകരിക്കുന്നല്ലോ. എൻ്റെ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഇന്ന് പിശാചുക്കളെ ഓടിക്കുന്ന ദിവസമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാനൊരു കാണുന്നൊരു കാഴ്ച, ഒരു പിതാവിൻ്റെ ഫോട്ടോ കർത്താവ് എന്നെ കാണിക്കണം. പിതാവ് ഇങ്ങനെ ഈ തോർത്തല്ല, പക്ഷെ അങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ വസ്ത്രത്തിൻ്റെ മുകളിൽ തോളയിൽ ഇട്ടിട്ടിരിക്കുന്ന ഒരു ചിത്രമുള്ള ഒരു പിതാവ് ആ ഭവനത്തിൽ ഞാനിത് കാണുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി ആ ഭവനത്തിൻ്റെ മേൽ തുറക്കുകയാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നു, നഷ്ടങ്ങളെല്ലാം ലാഭമാക്കാൻ വേണ്ടി പോവാണ്. നഷ്ടങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അത് ക്യാൻസൽ ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. അപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കണം, ഈ RC എന്ന് എഴുതിയിരിക്കുന്നത്, RC എന്നെഴുതിയേക്കുന്ന ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സംഭവം, RC അതായത് ഒരു സ്റ്റിക്കറാണത്. എന്തിൻ്റെ ഒരു ഷോർട്ട് ഫോം പോലെയുള്ള ഒരു സ്റ്റിക്കർ പോലെയാണ് അത്. വീടിൻ്റെ ഒരു ചുമരയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. RC എന്നെഴുതിയേക്കുന്ന ഒരു സ്റ്റിക്കർ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തെ കർത്താവ് ഇത് തൊടുകയാണ്. എൻ്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞ സ്ഥിതികളെ കർത്താവ് മാറ്റുവാൻ വേണ്ടി പോകുന്നു. അവരുടെ സ്ഥിതികളെ സ്വർഗത്തിൽ ദൈവം മാറ്റുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ നിമിഷം ഒന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് ആ ഞെരുക്കങ്ങളുടെ അവസ്ഥയിൽ നിന്നും കർത്താവിലേക്കുള്ള സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും വഴിയിലേക്ക് സ്വർഗത്തിലെ ദൈവം കയറ്റിക്കൊണ്ടുപോകാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ, നന്മ റിലീസ് ചെയ്യുന്നപ്പോൾ, ഈ ദിവസങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും തകർന്നു പോകാതെ സ്വർഗത്തിലെ ദൈവം ഓരോ വ്യക്തികളെയും ഇന്ന് സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നപ്പോൾ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുമല്ലോ. ദൈവത്തിൻ്റെ പ്രവർത്തികളെ പിന്നെയും നമുക്ക് അനുഭവിക്കാം, പിന്നെയും നമുക്ക് ദൈവപ്രവർത്തികളെ കേൾക്കാം. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ഞാൻ പറഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് ദൈവിക ആലോചന അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇപ്പം നിങ്ങൾ പറയേണ്ടത് ഏറ്റെടുത്താൽ മതി. വരും ദിവസങ്ങളിൽ നമുക്കത് വീണ്ടും കേൾക്കാം. ഇപ്പം ഞാൻ പ്രാർത്ഥന ക്ലോസ് ചെയ്യുവാണ്. ഒത്തിരി സമയം നമുക്ക് മുന്നോട്ട് പോയി. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കട്ടെ. നിങ്ങൾ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് ഞാൻ ലൈവ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവിൽ ബലപ്പെടുക. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും പറയണം, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല.